അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നാസ്തികത, അതിൻ്റെ ചരിത്രം എന്താണ്, അത് ലോകത്ത് ഉയർത്തുന്ന ഭീഷണി എന്താണ്, അത് ആളുകൾ പുൽകിക്കഴിഞ്ഞാൽ സമൂഹത്തിലുണ്ടായേക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൻ്റെ ആശയ പാപ്പരത്വമാണ് നമ്മൾ അതിലൂടെയാണ് സഞ്ചരിച്ചത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്ന് കരുതി സമീപിച്ച ഒരു വലിയ വിഷയത്തെ അതിൻ്റെ അടിത്തറ പൊളിച്ചെടുക്കുന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കി. ഇനി നമ്മുടെ പക്കലുള്ള വിശ്വാസത്തെ, നമ്മുടെ ഇസ്ലാമിക വിശ്വാസത്തെ, അതിൻ്റെ അടിത്തറ എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് വളരെ യുക്തിഭദ്രമായി മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ശ്രമമാണ് ഇനിയുള്ളത്. അള്ളാഹു എന്തുകൊണ്ട് ദൈവമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകരാണ്, എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ ചോദിച്ച ഉത്തരം എന്തായിരിക്കും? ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു, ഉമ്മയും വാപ്പയും പഠിപ്പിച്ചു, ഉസ്താദുമാർ പഠിപ്പിച്ചു, ഇതിനപ്പുറത്തേക്ക് എന്ത് തെളിവാണ് എൻ്റെ വിശ്വാസത്തിന് എനിക്കുള്ളത്? എപ്പോഴും പറയാറുള്ള ഉദാഹരണം, ഈ ഭാര്യയ്ക്ക് ഭർത്താവ് എപ്പോഴും സൂപ്പറാണ്, ഉറപ്പാണ്. പക്ഷെ ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുമ്പോൾ ഭാര്യയ്ക്ക് ഒരു വലിയ അഭിമാന ബോധം ഉണ്ടാവും. എൻ്റെ ഭർത്താവ് സൂപ്പർ തന്നെയാണ്, അത് മറ്റുള്ളവർ കൂടി ഒന്ന് അറിഞ്ഞെങ്കിലോ എന്നുള്ള ആഗ്രഹമാണ്. എൻ്റെ മനസ്സിൽ അള്ളാഹു ഉണ്ട് എന്ന് ഉറപ്പാണ്. എന്നെ സൃഷ്ടിച്ച എൻ്റെ ഖാലിക്കും റാസിഖും റബ്ബുമായ അള്ളാഹു ഉണ്ട്, ഉറപ്പാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകരാണ്, അത് ഉറപ്പാണ്. ഇത് മറ്റുള്ളവർക്കും ബുദ്ധിപരമായി ബോധ്യപ്പെടുത്തണ്ടേ? അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അഭിമാന ബോധം ഉണ്ടല്ലോ. അതിനുവേണ്ടി മാത്രമാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മുമ്പിൽ വരുന്ന വിദ്യാർത്ഥികളെ, കുട്ടികളെ, സംശയങ്ങളുമായി വരുന്നവരെ, അവരുടെ ഈമാൻ ഉറപ്പിക്കാൻ ഈ രീതിയിലുള്ള അള്ളാഹുവിനെയാണ് നാം പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ രീതിയിലുള്ള മുഹമ്മദ് നബിയാണ് നാം പറഞ്ഞു കൊടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ആദ്യമായൊരു ചോദ്യം, യുക്തിയും വഹയും, നമ്മൾ അഖലും നഖലും എന്ന് പറയും, അത് രണ്ടും വൈരുദ്ധ്യമാകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പകലാണ് എന്ന് നമ്മുടെ യുക്തി പറയുന്നു, ഇപ്പോൾ പകലാണെന്ന് യുക്തി പറയുന്നു. ഇപ്പോൾ രാത്രിയാണ് എന്ന് വഹി പറയുന്നു, അല്ലെങ്കിൽ വെളിപാട് പറയുന്നു, പ്രവാചക അധ്യാപനം പറയുന്നു, ഖുർആൻ പറയുന്നു. ഒരു ഉദാഹരണമാണ്, നേരെ ഓപ്പോസിറ്റ്, ഒരു തരത്തിൽ യോജിക്കാൻ പറ്റാത്ത രീതിയിലൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വന്നു എന്ന് സങ്കല്പിക്കുക. ഇതുവരെ വന്നിട്ടില്ല, ഇനി വന്നു എന്ന് സങ്കല്പിക്കുക. നമ്മൾ ഏത് സ്റ്റാൻഡ് എടുക്കുക? ഒന്നാമത്തെ സാധ്യത, രണ്ടും ശരിയാണ്. ശരിയാവോ? പകലും രാത്രി ഒരുമിച്ചാവോ? അത് പറ്റില്ല. രണ്ടും തെറ്റാണ്, അത് പറ്റുമോ? അതും പറ്റില്ല. യുക്തി ശരിയാണ്, വഹി തെറ്റാണ്, ആ സ്റ്റാൻഡ് എടുക്കാൻ പറ്റുമോ? യുക്തി ശരിയാണ്, വഹി തെറ്റാണ്, എടുക്കാൻ പറ്റില്ല. നാലാമത്തെ സാധ്യത, യുക്തി തെറ്റാണ്, വഹി ശരിയാണ്, എടുക്കാൻ പറ്റില്ലേ? യുക്തി തെറ്റാണ്, വഹി ശരിയാണ്. പക്ഷേ ഇസ്ലാമിലെ പണ്ഡിതന്മാർ, ഇമാം റാസിയെ പോലെയുള്ള റളിയല്ലാഹു അൻഹു പറഞ്ഞത് അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഈ വഹി നമുക്ക് ബോധ്യമായത് യുക്തി കൊണ്ടാണ്. അപ്പോൾ യുക്തി തെറ്റും വഹി ശരിയും എന്നൊരു സാധ്യത വരാൻ പാടില്ല. അപ്പോൾ പിന്നെ എന്താ സാധ്യത? രണ്ടും ശരി പറ്റില്ല, രണ്ടും തെറ്റ് പറ്റില്ല. യുക്തി തെറ്റ് വഹി ശരി, അതും പറ്റില്ല എന്നാണ് പറയുന്നത്. യുക്തി ശരിയും വഹി തെറ്റും അത് ഓൾറെഡി പറ്റില്ല. അപ്പോൾ പിന്നെ ഒരേ ഒരു സാധ്യത എന്താ? അഞ്ചാമതൊരു സാധ്യത വേണം. അതല്ല ഒരേ ഒരു സാധ്യത ഉള്ളത്, അഞ്ചാമതൊരു സാധ്യത വേണം. അപ്പോഴാണ് യുക്തി എന്ന് നാം കരുതുന്നത് യഥാർത്ഥ യുക്തിയാണോ എന്ന് നോക്കണം. യഥാർത്ഥ യുക്തിയും വഹയും തമ്മിൽ വൈരുദ്ധ്യം വരില്ല. കാരണം എന്തുകൊണ്ട്? അള്ളാഹു ഹക്കീമാണ്. യുക്തി എന്ന് പറഞ്ഞാൽ അള്ളാഹു യുത്തിൽ ഹിക്മത്ത മയ്യഷാ, അള്ളാഹു എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നതാണ്. അപ്പോൾ യുക്തി എന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഖാലിഖും ഹക്കീമുമായ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് യുക്തി. ആ യുക്തിയും അള്ളാഹുവിൻ്റെ കലാമായ വഹയും തമ്മിൽ വ്യത്യാസം വരാൻ പാടില്ല. അപ്പോൾ നാം യുക്തി എന്ന് കരുതുന്നത് യഥാർത്ഥ യുക്തിയാണോ എന്ന ചിന്തയാണ് ആ വിഷയത്തിൽ നാം സ്വീകരിക്കേണ്ട നിലപാട്. ഇത് ആദ്യം പറയുന്നത് ഏത് വിഷയം വന്നാലും, പടച്ചോനെ സയൻസ് അങ്ങനെ പറഞ്ഞു, ഖുർആനിൽ ഇങ്ങനെയാണല്ലോ, അപ്പോൾ നമ്മൾ ഈ സയൻസ് ശരിയല്ല, ഇത് നാളെ തിരുത്തി പറഞ്ഞേക്കാം. ആളുകളൊക്കെ പറയുന്നത് ഇങ്ങനെയും ഖുർആനിൽ ഇങ്ങനെയുമാണല്ലോ, ഇസ്ലാമിൻ്റെ സമീപനം ഇങ്ങനെയാണല്ലോ, ഈ ആളുകൾ പറയുന്നത് നാളെ തിരുത്തിയേക്കാം, അത് തെറ്റാണ്, ആളുകൾ കൂടി തെറ്റ് തീരുമാനിച്ചൂടെ? വഹി അടിസ്ഥാനമായി ശരിയാണ്, ഈ യുക്തി തെറ്റാണ്, യഥാർത്ഥ യുക്തി മറ്റൊന്നാണ് എന്ന സ്റ്റാൻഡായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇനി ഇസ്ലാമിക വിശ്വാസത്തെ എങ്ങനെ നമുക്ക് ഒരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാം എന്നതിന് രണ്ട് പ്രധാന രീതിയാണുള്ളത്. ഒന്ന് ആരോഹണ രീതി, രണ്ട് അവരോഹണ രീതി. ആരോഹണ രീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം,
താഴെ നിന്ന് മുകളിലോട്ട് പോവാം അല്ലേ, താഴെ നിന്ന് മുകളിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ അവർക്ക് എന്ത് പഠിപ്പിച്ചു കൊടുക്കണം? ഖുർആൻ ശരിയാണ്, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. എന്നിട്ട് ഈ ഖുർആൻ മുഹമ്മദ് നബി എന്നൊരു മനുഷ്യന് എഴുതാൻ പറ്റില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും മുഹമ്മദ് നബി പറഞ്ഞത് ശരിയായിരിക്കണം, ഇത് അള്ളാഹുവിൻ്റെ കലാമായിരിക്കണം. ഏതാണ് അള്ളാഹു? മുഹമ്മദ് നബി ഏത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി? അതാണ് അള്ളാഹു. വളരെ എളുപ്പം അല്ലേ? പക്ഷേ കുറച്ച് പ്രയാസ. ഖുർആൻ മുഴുവൻ ഒരാൾക്ക് ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? ഖുർആൻ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തല്ലേ, അത് ഒരു സമയത്ത് മുഴുവൻ ബോധ്യമായി തീരുമോ? ഖുർആൻ നിരന്തര അത്ഭുതമല്ലേ, അത് നിരന്തര പഠനങ്ങൾ ആവശ്യമില്ല. ആഴത്തിലുള്ള അറബി പഠനം വേണം, ധാരാളം ശ്രമങ്ങൾ ആവശ്യമുണ്ട്. മറ്റൊരു രീതി എന്താ? അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുക. അള്ളാഹു ഉണ്ട്, അത് ഇന്ന ഇന്ന വിശേഷണങ്ങളുള്ള ആളാണ്. ആ അള്ളാഹു അയച്ച പ്രവാചകന്മാർ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, അതിൽപ്പെട്ടൊരു പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ബോധ്യപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ പിന്നെ മുഹമ്മദ് നബി പറഞ്ഞൊക്കെ ശരിയാവാനല്ലേ തരമുള്ളൂ. അതെ, ഇതാണ് ഏറ്റവും എളുപ്പമുള്ള രീതി. നമ്മൾ ഈ രണ്ടാമത്തെ രീതിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് സ്വീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം അള്ളാഹു ഉണ്ടോ, അതിനു മുമ്പ് ആരുണ്ടോ എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്? സൃഷ്ടാവ് ഉണ്ടോ എന്നാണ് തെളിയിക്കേണ്ടത്. അള്ളാഹു ഉണ്ടോ എന്നതിനപ്പുറത്തേക്ക് സൃഷ്ടാവുണ്ടോ? സൃഷ്ടാവ് ഉണ്ടോ എന്ന് തെളിയിക്കണമെങ്കിൽ പ്രപഞ്ചത്തിന് തുടക്കമുണ്ടോ? ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായത്? നമുക്ക് പരമാവധി ഒരു 6 സാധ്യതകൾ കൊടുക്കാം. പരമാവധി 6 സാധ്യതകൾ. ഒന്ന്, പ്രപഞ്ചം സ്വയം ഉണ്ടാക്കി. എന്താ ഉണ്ടാക്കാൻ പറ്റുമോ? ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ പ്രസവിക്കാം. അമ്മയ്ക്ക് അമ്മയെ പ്രസവിക്കാൻ പറ്റുമോ? ഉറപ്പല്ലേ? അമ്മയ്ക്ക് അമ്മയെ പ്രസവിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രപഞ്ചത്തിന് അതിനെ തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ? ഉറപ്പ്. ആ സാധ്യത പൊളിഞ്ഞു. ഓക്കെ. രണ്ടാമത്തെ സാധ്യത, ശൂന്യതയിൽ നിന്നുണ്ടായി. ശൂന്യതയിൽ നിന്നുണ്ടാവും പ്രപഞ്ചം. നമ്മളൊരു 1000 പൂജ്യം കൂട്ടി, 0 + 0 + 0 + 0 + 0 ഉത്തരം തന്നെയാണ് ശൂന്യതയിൽ നിന്ന് ഒന്ന്. നത്തിങ്സ് കം ഫ്രം നത്തിങ്. ശൂന്യതയിൽ നിന്ന് ശൂന്യത മാത്രമല്ല, വേറെ ഒന്നും ഉണ്ടാവില്ല. 1000 പൂജ്യം കൂട്ടിയാലും ഒന്നാവില്ല. അപ്പം പിന്നെ ആ സാധ്യതയും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കോമഡിയാണ്, പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് മറ്റൊരു പ്രപഞ്ചം ആയിക്കോട്ടെ. അപ്പോൾ ആ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് അത് ഈ പ്രപഞ്ചം. കോഴി എവിടെ നിന്നുണ്ടായി? മുട്ടയെന്നുണ്ട്. മുട്ട ആ കോഴി ഇട്ടതാ. അങ്ങനെ നമുക്ക് ധാരാളം പറഞ്ഞൂടെ. ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് എവിടെയാ? വീടിൻ്റെ അപ്പുറത്ത്. വീട് എവിടെയാ? പോസ്റ്റ് ഓഫീസിൻ്റെ അപ്പുറത്ത്. ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ അപ്പോൾ ഒന്നും നടക്കില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് യുക്തിക്ക് നിരക്കാത്തതാണ്. ആ ഒരു സാധ്യത നമ്മൾ തള്ളിക്കളഞ്ഞു. ഇനി നാലാമത്തെ ഒരു സാധ്യത, ചില നിയമങ്ങളാണ് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്. ചില നിയമങ്ങൾ ഉണ്ടാക്കി. നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും നമ്മൾ നിരന്തരം പാലിക്കുന്ന ഒരു നിയമമാണ് റോഡിലെ നിയമം. റോഡിൽ വണ്ടി ഇടതുവശത്തൂടെ പോകണമെന്ന് തീരുമാനിക്കണമെങ്കിൽ 3 കാര്യം വേണം, അല്ലെങ്കിൽ പ്രധാനമായിട്ട് 2 കാര്യം വേണം. ഒന്ന് വണ്ടി വേണം, 2 റോഡ് വേണം. ഓടിക്കുന്ന ആളും വേണം. 3ആയി. വണ്ടിയും റോഡ് ഓടിക്കുന്ന ആളില്ലെങ്കിൽ പിന്നെ ഇടതുവശത്തൂടെ പോകേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ലല്ലോ. ഓക്കെ. അപ്പോൾ ചില നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ പദാർത്ഥത്തിൽ നടക്കുന്ന ആവർത്തന മാറ്റത്തിൻ്റെ അളവുകോലാണ്. അങ്ങനെ പറഞ്ഞാൽ കൺഫ്യൂഷൻ ആകും. നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പോൾ നിയമങ്ങൾ വേണമെങ്കിൽ മിനിമം സൃഷ്ടി നടക്കണം. ഇനി അത് എങ്ങനെ പെരുമാറുന്നു അതിന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് നിയമങ്ങൾ. അപ്പോൾ ഒരു നിയമം ഒരു സ്ഥാനത്ത് ഉണ്ടാക്കുമോ? റോഡിലൂടെ ഇടതുവശത്ത് കൂടെ പോകണം. ഈ നിയമമാണ് റോഡിനെയും മനുഷ്യനെയും ബൈക്കും ഉണ്ടാക്കിയത്. വിശ്വസിക്കുക നമ്മൾ? ഇല്ല. ഇനി 5ാമത്തെ സാധ്യത, സൃഷ്ടിക്കപ്പെട്ട മറ്റൊന്നുണ്ടാക്കി. പ്രപഞ്ചത്തെ ആരുണ്ടാക്കി? അത് ഒരു എക്സ് ഉണ്ടാക്കി. എക്സിനെ ആരുണ്ടാക്കി? അത് XX ഉണ്ടാക്കി. XX XXX ഉണ്ടാക്കി. അങ്ങനെ പോയാൽ ശരിയാവോ? അതിനെ നമ്മളെ കിതാബുകളിലൊക്കെ അനന്ത സാധ്യതാ ദോഷം എന്ന് പറയും. കിതാബുകളിലല്ലടാ, മലയാളത്തിൽ അങ്ങനെ പറയാം. അറബിയിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. ഇംഗ്ലീഷിൽ ഇൻഫിനിറ്റ് റിഗ്രഷൻ. ചെറിയ ഉദാഹരണം പറയാം. നമുക്ക് 500 രൂപ ആവശ്യമുണ്ട്. ഒരാളത് നമ്മൾ 500 രൂപ ചോദിച്ചു, ആൾ തന്നു. എന്നിട്ട് പറഞ്ഞോടാ അത് എൻ്റെ പൈസയല്ല, അത് നമ്മൾ തിരിച്ചു കൊടുക്കാൻ ആൾക്ക്. അപ്പോൾ ആൾ പറയുന്നത് എൻ്റെ പൈസ ഞാൻ ഇന്ന ആളുടെ അടുത്ത് മേടിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ആയിക്കോട്ടെ ഞാൻ കൊണ്ടേ കൊടുക്കാമെന്ന് പറഞ്ഞു. പോയിട്ട് ആളുടെ അടുത്ത് കൊടുത്തപ്പോൾ ഇത് എൻ്റെ അല്ല, ഞാൻ ഇന്ന ആളുടെ അടുത്ത് മേടിച്ചാന്ന് പറഞ്ഞു. ഇത് തീരാതെ ഇങ്ങനെ പോയാൽ ഇയാൾക്ക് 500 തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇയാളുടെ കയ്യിൽ 500 ഇല്ലേ? അതൊരു യാഥാർത്ഥ്യമല്ലേ? 500 ഉണ്ടല്ലോ. ഈ 500 എനിക്കൊരാൾ തന്നതല്ലേ, പക്ഷെ അയാൾക്ക് വേറൊരാളെ കൊടുത്തത്. അപ്പോൾ എൻ്റെ കയ്യിൽ 500 ഉണ്ടെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് മേടിക്കാത്ത ഒരാൾ ഒന്നും തുടങ്ങി വെക്കണ്ടേ? അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ 500 ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ 500 ഉണ്ടെങ്കിൽ ഉറപ്പായി എന്ത് വിശ്വസിച്ചിരിക്കണം? ഒരാളുണ്ട്, എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നമുക്ക് വലിയൊരു ചെക്ക് കിട്ടി. ചെക്കിൽ കുറേ പൂജ്യമുള്ളത്, എത്ര നോക്കിയിട്ടും ഒരു 1 2 ഒന്നും കാണില്ല ഇടതുവശത്ത്. പക്ഷെ ബാങ്കിൽ പോയപ്പോൾ നമുക്കൊരു പെട്ടി കണക്കിന് പൈസ കിട്ടി. അപ്പോൾ ഈ ചെക്കിന് മൂല്യമുണ്ട് എന്ന് നമുക്ക് ഉറപ്പായി, അല്ലെങ്കിൽ ബാങ്കുകാർ പൈസ തരുമോ? പക്ഷെ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല? ഇടതുവശത്തുള്ള 1 മുതൽ 9 വരെയുള്ള ഒരു അക്കം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് വിശ്വസിച്ചിരിക്കണം എന്ത്? ഇതിൻ്റെ ഇടതുവശത്ത് എവിടെയോ
1 2 3 4 5 6 7 8 9 ഇതിലേതെങ്കിലും ഒരു അക്ഷരം ഉണ്ടാകണം എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്, നാം കണ്ടെത്തിയിട്ടില്ലെങ്കിലും. ഇതിനാണ് ഇൻഫിനിറ്റ് റിഗ്രഷൻ പറയുക. ഇതിനെ തോമസ് അക്വിനോസ് ആണ് 13ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു പ്രീസ്റ്റാണ്. അദ്ദേഹം 5 വാദങ്ങൾ കൊണ്ടുവന്നു. ദൈവമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി 5 വാദങ്ങൾ. 1, അൺമൂവ്ഡ് മൂവർ. ലോകത്തെ എല്ലാം എന്താവുന്നുണ്ട്? ചലിക്കുന്നുണ്ട് അല്ലേ? സംസാരം ഒരു ചലനമാണ്, എൻ്റെ നാവിൻ്റെ ചലനമാണ്. ലോകത്തെല്ലാം ചലിക്കുന്നുണ്ട്. ആ ചലനം തുടങ്ങുന്നത് മറ്റൊന്നാണ്, ഒന്നിൻ്റെ ചലനം മറ്റൊന്നിലേക്ക്, അങ്ങനെ അങ്ങനെ പോയി 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 വന്നാൽ അവസാനം മറ്റൊരാൾ ചലിക്കാത്ത, മറ്റൊരാൾ ചലിപ്പിക്കാത്ത ഒരാളല്ലേ ഇത് തുടങ്ങേണ്ടത്. അതാണ് അൺമൂവ്ഡ് മൂവർ. അതാരാണ്? ദൈവമാണ് എന്ന് ആര് സ്ഥാപിച്ചു? അക്വിനാസ്. ഇതേപോലെ അൺകോസ്ഡ് കോസ്. എല്ലാത്തിനും ഒരു കാരണമുണ്ട് അല്ലേ? ഏതൊരു കാര്യത്തിനും ഒരു കാരണമുണ്ട്. അപ്പോൾ മറ്റൊരു കാരണമില്ലാത്ത ഒരാൾ വേണമല്ലോ, അൺകോസ്ഡ് കോസ്. പക്ഷെ ഇതിൽ നമുക്ക് ചെറിയൊരു പ്രശ്നമുള്ളത്, അള്ളാഹു കോസാണോ? അള്ളാഹു കാരണമാണോ? അപ്പോൾ ദൈവത്തിനെ സ്ഥാപിക്കാൻ അക്വിനാസ് കൊടുത്താണ്. അള്ളാഹു കാരണമല്ല, അള്ളാഹു മുസബ്ബിബുൽ അസ്ബാബാണ്, ചിലതിൻ്റെ കാരണമാക്കി മാറ്റുന്നവനാണ്. ഓക്കെ, വിശാലമായ ഏരിയയാണ്. വിശദമായിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് റിസാലയുടെ കോഴ്സിൽ ഇൻഷാ അല്ലാഹ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു സാധനമാണ് മൂപ്പര് ഈ പ്രപഞ്ചത്തിലെ പ്രാപഞ്ചികവാദം. അതായത് എല്ലാത്തിനും, പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും നമുക്ക് 3ആയി തിരിക്കാം. ആർഗ്യുമെൻ്റ് ഓഫ് കണ്ടിൻജൻസി എന്നാണ് പറയുക. 1, അസാധ്യമായ സാന്നിധ്യം, ഒരിക്കലും ഉണ്ടാവില്ല. രാവും പകലും ഒരുമിച്ച് വരുമോ? കറുപ്പും വെളുപ്പും ഒരു ബിന്ദുവിൽ ഒരുമിച്ച് വരുമോ? അത് അസാധ്യമാണ്. ബാക്കിയൊക്കെ സാധ്യമാണ്. ഇപ്പോൾ ഞാനീ സംസാരിക്കുമ്പോൾ ഈ മൊബൈൽ ഇവിടെ ആവശ്യമുണ്ടോ? ഇവിടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ പക്ഷേ ഈ മൊബൈൽ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ആവശ്യമില്ലാത്തൊരു സാധനം അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആരോ കൊണ്ടുപോയി വെച്ചു എന്നല്ലേ. ഈ പ്രപഞ്ചത്തിൽ നമ്മളാരെങ്കിലും ആവശ്യമുണ്ടോ? നമ്മളില്ലെങ്കിൽ ഇപ്പം എന്താ പ്രപഞ്ചത്തിന്? ഒന്നുമില്ലല്ലോ. അപ്പം നമ്മൾ ആവശ്യമില്ല, പക്ഷെ നമ്മളുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മളൊക്കെ പോസിബിൾ എക്സിസ്റ്റൻസ് ആണ്, നമ്മൾ ഒരാൾ ഉണ്ടാക്കിയതാണ്. അങ്ങനെയാണെങ്കിൽ എന്നെന്നും ഉണ്ടാകൽ അനിവാര്യമായൊരു സാന്നിധ്യം ഉണ്ടാവും, വാജിബുൽ വുജൂദ് ഉണ്ടാവണം. അതാണ് അള്ളാഹു. എന്നാര് സ്ഥാപിച്ചത്? അള്ളാഹു എന്നല്ല അക്വിനാസ് സ്ഥാപിച്ചത്. അക്വിനാസ് ദൈവത്തെയാണ് സ്ഥാപിച്ചത്. 4മത്തേത്, നമ്മളെല്ലാം അപൂർണരാണ്. പൂർണ്ണമായ സൗന്ദര്യം ആർക്കുമില്ല, പൂർണ്ണമായ സ്നേഹം ആർക്കുമില്ല, പൂർണ്ണമായ ബുദ്ധി ആർക്കുമില്ല. എല്ലാം അപൂർണ്ണമാണ്, പൂർണ്ണമായ കഴിവ് ആർക്കുമില്ല. അങ്ങനെയാണെങ്കിൽ പൂർണ്ണതയുള്ള ഒരെണ്ണത്തിൻ്റെ അനിവാര്യത ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ വിശേഷണങ്ങളും മൊത്തം ഒരാളാണ് അള്ളാഹു, ദൈവം എന്ന് ആര് സ്ഥാപിച്ചു? അക്വിനാസിൻ്റെ 4മത്തെ. 5, ഈ പ്രപഞ്ചം എവിടെ നോക്കിയാലും ഒരു കൃത്യമായ ഒരു ഇൻ്റലിജൻസ് കാണുന്നുണ്ട് അല്ലേ? ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈൻ കാണുന്നില്ലേ? നമുക്ക് എന്താണ് കൂടുതൽ ആവശ്യം? എപ്പോഴും ശ്വസിക്കണം അല്ലേ? ഭൂമിയിൽ എവിടെ നോക്കിയാലും എന്തുണ്ട്? വായുണ്ട്. ഭൂമിയിൽ എവിടെ നോക്കിയാലും വായുണ്ട്. ഇനി നമുക്ക് വെള്ളം അത്രയ്ക്ക് ആവശ്യമുണ്ടോ? വെള്ളം അത്രയ്ക്ക് ആവശ്യമില്ല. അപ്പോൾ ഭൂമിയിൽ കുറച്ച് സ്ഥലത്ത് 3ൽ 2 ഭാഗത്ത് വെള്ളമുണ്ട്. പക്ഷേ അപ്പോൾ നിങ്ങൾ ചോദിക്കും, കടലിലെ വെള്ളം നിങ്ങളാരും കുടിക്കില്ലല്ലോ എന്ന്. 3ൽ 2 ഭാഗത്ത് വെള്ളം കുടിക്കില്ല, പക്ഷേ കടലിൽ വെള്ളം ഉള്ളതുകൊണ്ടാണ് മഴ പെയ്യുന്നത്, അല്ലെങ്കിൽ മഴ പെയ്യില്ലല്ലോ. അപ്പം ഭൂമിയിൽ 3ൽ 2 ഭാഗം കടലുണ്ട്. ഇനി നമുക്ക് എപ്പോഴും ഭക്ഷണം കഴിക്കണം അല്ല, അപ്പോൾ കുറച്ച് ജീവികൾ തിന്നാൻ പറ്റുന്നത് അവിടെയും ഇവിടെ ഉണ്ടാവും, കുറച്ച് മരങ്ങളും ഇതൊക്കെ ഭൂമിയിൽ മുളച്ച് വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഈ വിതരണം നടത്തുന്നുണ്ടെങ്കിൽ, ആവശ്യം ഇതാണെന്ന് മനസ്സിലാക്കിയ ഒരാളിൻ്റെ പിന്നിൽ പ്രവർത്തിക്കും. എന്തു നോക്കിയാലും ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ഒരു പാരസ്പര്യമുണ്ട്. എല്ലാത്തിൻ്റെയും കണ്ണ് കാണാവുന്ന രീതിയിൽ തന്നെ കണ്ണ്, അതിൻ്റെ ഘടന, അതെവിടെയാണോ ഉള്ളത്, എല്ലാത്തിൻ്റെയും പിന്നിൽ ഇൻ്റലിജൻ്റ് ആയൊരു ക്രിയേറ്റർ ഉണ്ട്. ഓക്കെ, ഇതും അദ്ദേഹം കൊണ്ടുവന്നൊരു വാദമാണ്. അപ്പോൾ നമ്മൾ അക്വിനാസിൻ്റെ അടുത്ത് പോയത് അവിടെ നിന്നറിയോ? പ്രപഞ്ചം ഉണ്ടാവാനുള്ള 5മത്തെ സാധ്യത എന്തായിരുന്നു? സൃഷ്ടിക്കപ്പെട്ട ഒരു സാധനം സൃഷ്ടിച്ചു. പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റുമോ? അതിനാരെ സൃഷ്ടിച്ചെന്നുള്ള ചോദ്യം വരും. അപ്പോൾ പിന്നെ 6മത്തെ ഒറ്റ സാധ്യതയുള്ളൂ. എന്ത്? സൃഷ്ടിക്കപ്പെടാത്ത ഒരാൾ, ഒരു ശക്തി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അതാണ് നമ്മുടെ വാദം. അതാരാണ് എന്ന് നമ്മൾ വാദിക്കുന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് അത് അള്ളാഹു ആവുന്നില്ല, അത് സൃഷ്ടാവേ ആകുന്നുള്ളൂ. മുഹമ്മദ് നബി പരിചയപ്പെടുത്തി അല്ലാതെ ആവുന്നില്ല. ഇനി ഈ സൃഷ്ടാവ് അള്ളാഹു ആണോ നമുക്ക് നോക്കണം. ഈ സൃഷ്ടാവിന് അനിവാര്യമായിട്ട് വേണ്ട ഗുണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഈ സൃഷ്ടാവ് ഒരു സുപ്രഭാതം ഉണ്ടായ ആളാവാൻ പറ്റുമോ? കാരണം എന്തുകൊണ്ട്? സമയം ഉണ്ടാകുന്ന എന്തിൻ്റെ ശേഷമാണ്? സൃഷ്ടി ഉണ്ടായതിൻ്റെ ശേഷമാണ്. സമയം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്താ? ഇവിടെ ഇല്ലെന്ന് ഉഷാറാവ് നമ്മുടെ അല്ല മണിക്കൂർ. ഒരു മണിക്കൂർ എന്താ? ഒരു ദിവസത്തിൻ്റെ 24 അംശം. ഒരു ദിവസം എന്താ? 2 സൂര്യോദയങ്ങൾക്കിടയിലുള്ള സമയം, അല്ലെങ്കിൽ 2 സൂര്യാസ്തമയങ്ങൾക്കിടയിലുള്ള സമയം. അത് നമുക്ക് എങ്ങനെ മനസ്സിലാവണ്? രാത്രി പകൽ ആവർത്തിച്ച് വരുന്നു. അപ്പോൾ ഒരു പെയറിനെ നമ്മൾ ഇതൊരു ദിവസമാക്കി, അതിന് 24 കഷ്ണമാക്കി. അപ്പോൾ ഈ സൂര്യൻ്റെയും ഭൂമിയുടെയും ഒക്കെ ഈ ചലനമില്ലെങ്കിൽ പിന്നെ എന്തില്ല അവിടെ? ചലിക്കാനും സൂര്യനും ഭൂമിയും ഇല്ലെങ്കിൽ എന്തില്ല? സമയമില്ല.
അപ്പോൾ സ്ഥലമുള്ളത് കൊണ്ടാണ് സമയം വന്നത്, സ്ഥലത്തിലുള്ള ചലനമാണ് സമയം. അപ്പോൾ നമുക്ക് എന്തൊരു കാര്യം മനസ്സിലായി? സൃഷ്ടി തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ സൃഷ്ടിയുടെ മുമ്പുള്ള സൃഷ്ടാവ് എന്താവണം? സമയത്തിനാണ്. അള്ളാഹു ആരാണ്? ഖദീമാണ്, അനാദിയാണ്. ഓക്കെ. 2, ബിഗ് ബാങ് ഒക്കെ സംഭവിപ്പിക്കണമെങ്കിൽ, നമ്മളൊരു പടക്കത്തിന് തീ കൊളുത്തണമെങ്കിൽ അവരെന്ത് വേണം? ചെറിയൊരു ശക്തി വേണ്ടേ? ആ ബിഗ് ബാങ് ഒക്കെ സംഭവിപ്പിക്കണമെങ്കിൽ ഈ സൃഷ്ടാവിന് എന്ത് വേണം? കുറച്ച് ഒക്കെ ഒരു കൂവത്ത് വേണ്ടേ? ബുദ്ധി വേണമെന്നൊന്നുമില്ല. ഒരു സാധനം പടക്കത്തിന് തീ കൊടുക്കാൻ ബുദ്ധിയൊന്നും വേണമെന്നില്ലല്ലോ. ബിഗ് ബാങ് സംഭവിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? കുറച്ച് ശക്തി വേണം. 2, പക്ഷെ ബിഗ് ബാങ് മാത്രം, നമ്മൾ നേരത്തെ പറഞ്ഞ ആസൂത്രണം. ഇപ്പോൾ നമ്മളൊരു വീടിൻ്റെ വാതിൽ പൊക്കത്തിലല്ല പണിയുക, കിടന്നു പോകേണ്ട രീതിയിൽ പണിയോ? ഇങ്ങനെ പണിയോ? പോകേണ്ടവർ കിടന്നു പോയിക്കോ എന്ന് പറഞ്ഞിട്ട്. കാരണം എന്തുകൊണ്ടാ? മനുഷ്യന്മാർ ഇങ്ങനെ നടക്കാമെന്ന് ബുദ്ധിയുള്ള ഒരാളെ ഉണ്ടാക്കി. പ്രപഞ്ചത്തിൽ എന്ത് നോക്കുമ്പോൾ ഈ ഒരു പാരസ്പര്യം അവിടെ ഉണ്ട്. പുരുഷൻ്റെയും സ്ത്രീയുടെയും ശാരീരിക ഘടന നോക്കിയാൽ തന്നെ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇയാൾക്ക് എന്തുണ്ടാവണം? ബോധം ഉണ്ടാവണം. ഞാൻ ഇയാൾ എന്ന് പറയുന്ന ആരെയാണ്? സൃഷ്ടാവിനെയാണ്. അള്ളാഹിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, എത്തണുള്ളൂ. ഓക്കെ. ഇനി അടുത്തത്, ഇവിടെ കുറേ നിയമങ്ങളുണ്ട്, ശരിയല്ലേ? ഏതൊക്കെ നിയമമുണ്ട്? ചലന നിയമങ്ങളുണ്ട്, ഗ്രാവിറ്റി ഉണ്ട്, ധാരാളം നിയമങ്ങളുണ്ട്. ഇത് തെറ്റിക്കാൻ പറ്റുമോ? നിയമങ്ങൾ അനുസരിക്കപ്പെടുന്നുവെങ്കിൽ 3 കാര്യങ്ങളുണ്ടാവും. 1, നിയമം ഉണ്ടാക്കിയ ഒരാൾ വേണം, നിയമം അനുസരിക്കാനുള്ള ഒരാൾ വേണം. ഈ ഉണ്ടാക്കിയ ആൾ അനുസരിപ്പിക്കാനുള്ള ഖഹാറും ജബ്ബാറൊക്കെ ഉള്ള ആളായിരിക്കണം, ജബ്ബാറൊക്കെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റോഡിൻ്റെ ഉദാഹരണം എടുക്കാം. നിയമം അനുസരിക്കണമെങ്കിൽ എന്ത് വേണം? 1, റോഡിൻ്റെ ഇടതുവശത്തോടെ പോവുക എന്ന നിയമം വേണം. 2, റോഡും മനുഷ്യനും വണ്ടിയും വേണം. ഇത് മാത്രം ഉണ്ടായാൽ പോരാ, പോലീസുകാർ നിൽക്കണം, അല്ലേ? പ്രപഞ്ചം പറയുന്നുണ്ടോ ഞാൻ താഴ്ത്തിക്കൊന്നും പോയില്ല, ഞാൻ ഗ്രാവിറ്റിനൊന്നും അനുസരിക്കില്ല, ഞാൻ മുകളിൽ പോട്ടെ എന്ന് പറയുമോ? എന്തുകൊണ്ടാണ് പറയാത്തത്? അനുസരിക്കാതിരിക്കാൻ അവർക്ക് കഴിയാത്ത വിധം അവരാരോ നിർബന്ധിക്കുന്നു, അള്ളാഹു അവരെ നിർബന്ധിച്ച് അനുസരിപ്പിക്കുന്നു. അപ്പോൾ അവിടെ ആ കൽപ്പനാധികാരമുള്ള ഒരാൾ വേണം, ഖഹാറായ ഒരാൾ വേണം, ജബ്ബാറായ ഒരാൾ വേണം. ഓക്കെ. ഇനി ആസൂത്രണ ശേഷി, നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ഒരു പാരസ്പര്യം. ഇനി ഈ സൃഷ്ടാവ് സൃഷ്ടികളോട് തുല്യനാവണം, ആവാൻ പറ്റുമോ? ഒരു പേനയ്ക്ക് ഒരു പേന ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു മനുഷ്യൻ്റെ മനുഷ്യൻ ഉണ്ടാക്കാൻ പറ്റുമോ? ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു സാധനത്തിന് ആ സാധനത്തിന് ഉണ്ടാക്കാൻ പറ്റുമോ? അതിനോട് തുല്യമായി ഇതിനുണ്ടാക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ അള്ളാഹു എന്തിനോട് തുല്യമാകാൻ പാടില്ല? അള്ളാഹു എല്ലായിടത്തിലും സമയബന്ധിതനാകാൻ പറ്റും, അല്ല സ്ഥലബന്ധിതനാകാൻ പറ്റും. ഇതൊക്കെ പിന്നീട് ഉണ്ടായതല്ലേ, ബാക്കിയെല്ലാം ഈ സ്ഥലവും സമയവുമായി ബന്ധപ്പെട്ടതല്ലേ. ഇപ്പോൾ സ്ഥലവും സമയത്തിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവും ഒരു സ്ഥലത്ത്, എല്ലാവർക്കും ഒരു അഡ്രസ്സ് ഉണ്ടാവും, പേര്, പിതാവിൻ്റെ പേര്, വീട്ടുപേര്. ഈ അഡ്രസ്സിൽ ലോകത്ത് ഒരാളെ ഉണ്ടാവുള്ളൂ, അല്ലേ? അതുപോലെ തന്നെ നമുക്ക് സ്ഥലത്തിന് അങ്ങനെ ഒരു അഡ്രസ്സ് കൊടുക്കാം. ഇപ്പോൾ ഒരു ക്ലാസ്സിലെ ഫസ്റ്റ് ബെഞ്ചിൽ ഫസ്റ്റ് ഇരിക്കുന്ന കുട്ടി, ആ കുട്ടി ഒരാളുണ്ടാവുള്ളൂ, അല്ലേ? കാരണം അത് സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് കുട്ടിക്ക് ഒരു അഡ്രസ്സ് കൊടുക്കുന്നത്. എന്നാൽ ഞാനിപ്പോൾ ഇവിടെ ഒരേ സ്ഥലത്താണ് ഇരിക്കുന്നത്, സ്ഥലം ഒന്നാണ്, ഒരു മാറ്റമില്ല. ഞാനിവിടെ 2 വാക്ക് സംസാരിച്ചു. ഈ ആദ്യത്തെ വാക്കും രണ്ടാമത്തെ വാക്കും നമ്മൾ എങ്ങനെ വേർതിരിക്കുക? നമ്മൾ അത് 10:41 പറഞ്ഞതാണ്, രണ്ടാമത്തേത് 10:42 പറഞ്ഞതാണ്. അവിടെ സമയം മാത്രമേ ഉള്ളൂ, അതാണ് സ്ഥലവും സമയം തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഈ വേർതിരിവിൻ്റെ ബന്ധമാണ്. ഇതിന് ബാധകമല്ലാത്ത അള്ളാഹു ആരിനോട് തുല്യമാവാൻ പാടില്ല? സൃഷ്ടാവ് സൃഷ്ടിയോട് തുല്യമാവാൻ പറ്റില്ല. ഇസ്ലാം പരിചയപ്പെടുന്ന അള്ളാഹു എന്താണ്? ലൈസക മിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെയുള്ളതുപോലെ ഒന്നുമില്ല. അള്ളാഹു വലം യകുൻ ലഹു കുഫുവൻ അഹദ്, ആരോടും സമാനനല്ല, പൂർണ്ണാർത്ഥത്തിൽ അനന്യത്വമുള്ള ആളാണ് അള്ളാഹു. അതാണ് അള്ളാഹുവിൻ്റെ അതുല്യത. ഇനി ഇത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ വിശേഷങ്ങൾ എന്തൊക്കെയാ? ശക്തി വേണം, ഖദീമ വേണം, ബുദ്ധി വേണം, നിയമം അനുസരിപ്പിക്കാനുള്ള ആത്മശക്തി വേണം, ആസൂത്രണ ശേഷി വേണം, മറ്റൊരു സൃഷ്ടിയോടും തുല്യമാകാൻ പറ്റില്ല. ഇനി ഇസ്ലാം പറയുന്ന അള്ളാഹുവിന് ഒരു ഗുണം കൂടെ വേണം. എന്താ? ഏകനാണ്. ഇപ്പോൾ അള്ളാഹ് ഒരാളായിന്ന് കിട്ടിയോ? സൃഷ്ടാവ് ഒരാളാണെന്ന് കിട്ടിയോ? ഇല്ല. നമ്മൾ പറയുന്ന ഉദാഹരണം എന്താ? ഒരാൾ 2 പേരുണ്ടെങ്കിൽ ഖുർആൻ പറഞ്ഞല്ലോ, ഫസദത്തിൽ അർളു, പ്രപഞ്ചം അങ്ങനെ കലഹിച്ചു പോകുമായിരുന്നു. പക്ഷെ അത് ഖുർആൻ തെളിയണമെങ്കിൽ ഈ കുറേ കാര്യം തെളിഞ്ഞാൽ ഖുർആൻ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഖുർആനിൽ പറഞ്ഞത് വെച്ച് വിശ്വസിക്കാൻ പറ്റുമോ? അള്ളാഹുവിൻ്റെ വചനാണെങ്കിൽ വിശ്വസിക്കേണ്ടുള്ളൂ, അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ അടുത്ത ഓപ്ഷൻ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ 2 ദൈവം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ദൈവം വിചാരിച്ചു മഴ പെയ്യണമെന്ന്, ഒരു ദൈവം വിചാരിച്ചു മഴ പെയ്യരുതെന്ന്. മഴ പെയ്തു, അപ്പോൾ പെയ്യരുതെന്ന് കരുതിയവൻ എന്തായി? പരാജയപ്പെട്ടു. അപ്പോൾ രണ്ടാമത്തെ ആൾ ഒന്നും കരുതിയില്ല. എന്താ പ്രശ്നം? ഇവൻ കരുതാതെ മഴ പെയ്തു, ഇവൻ അങ്ങനെയാണ് കരുതുന്നത്, ഞാൻ കരുതാതെ മഴ പെയ്യട്ടെ. എന്താ പ്രശ്നം? അപ്പോൾ രണ്ടാളുള്ളതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? ഈ പ്രശ്നമില്ലല്ലോ.
പിന്നെ എന്തുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ദൈവം അള്ളാഹു ഏകനാണെന്ന് നമ്മൾ പറയുന്നു? പൂർണ്ണനാണെങ്കിൽ പിന്നെ മറ്റൊരാളുടെ ആവശ്യമില്ല. മറ്റൊരാൾ ഉണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ? അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ചു പോകേണ്ടത്. അക്വിനാസ് പറഞ്ഞ മൂന്നാമത്തെ വാദം, ആർഗ്യുമെന്റ് ഓഫ് കണ്ടിൻജുവൻസി, ആർഗ്യുമെന്റ് ഓഫ് ഡിപ്പെൻഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ പ്രപഞ്ചത്തിൽ 3 തരം സാന്നിധ്യമാണുള്ളത്. ഒന്നെന്താണ്? അസംഭവ്യമായ സാന്നിധ്യം, ഇമ്പോസിബിൾ എക്സിസ്റ്റൻസ്. 2 സംഭവ്യമായ സാന്നിധ്യം, പോസിബിൾ എക്സിസ്റ്റൻസ്. അതാണ് നമ്മളൊക്കെ. 3 നെസസറി എക്സിസ്റ്റൻസ്, അനിവാര്യമായ സാന്നിധ്യം. അനിവാര്യമായ സാന്നിധ്യം ഒരെണ്ണമേ ആവാൻ പറ്റുള്ളൂ. ഇനി അനിവാര്യമായ സാന്നിധ്യം 2 ഉണ്ടെന്ന് വിചാരിക്കുക, 2 അള്ള ഉണ്ടെന്ന് വിചാരിക്കുക. ഒരാൾ ഇല്ലാണ്ടായി വിചാരിക്കുക, എന്തെങ്കിലും നടക്കും? ഭൂമിയിൽ എന്തെങ്കിലും നഷ്ടമാവോ? കാരണം ഇയാൾ അനിവാര്യനാണ് എല്ലാത്തിനും. അപ്പോൾ പിന്നെ ഇയാളുടെ ആവശ്യം എന്താ? ഓക്കെ, അപ്പോൾ അനിവാര്യമായത് ഒന്നേ പറ്റുള്ളൂ, വാജിബുൽ വുജൂദ് ഒന്നേ പറ്റുള്ളൂ. അതാണ് അള്ളാഹു ഏകനാവണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ പഠിച്ചു വന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ പടച്ചവൻ എന്താവാനേ തരമുള്ളൂ? ഒന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി അള്ളാഹു ആകാനേ തരമുള്ളൂ. അപ്പോൾ ആ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതാണ് നമ്മുടെ തൗഹീദ് എന്ന് പറയുന്നത്. നാം വിശ്വസിക്കുന്നത് ഇങ്ങനെയുള്ള യുക്തി കൊണ്ട് ബോധ്യപ്പെടുന്ന, ഇതല്ലാത്ത മറ്റൊന്നിനെ വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഉള്ള ഒരു ബുദ്ധിയാണ് നമുക്കുള്ളത്. ആ അള്ളാഹുവിനെയാണ് നാം വിശ്വസിക്കുന്നത് എന്ന് ബോധ്യപ്പെടുമ്പോൾ ആദ്യം നാം സ്വയം ബോധ്യപ്പെടുകയും, ഇതാണ് ഇസ്ലാമിൽ സംശയമുള്ളൊരു കുട്ടിയോട് നാം പറഞ്ഞു കൊടുക്കുന്നത്, ഇതാണ് നാം വിശ്വസിക്കുന്ന അള്ളാഹു എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർക്കത് പൂർണ്ണാർത്ഥത്തിൽ ബോധ്യമാകുന്നത്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന തെളിവ്? മുഹമ്മദ് നബി അള്ളാൻ്റെ, ഇപ്പോൾ അള്ള ഉണ്ട്, ഓക്കെ, പക്ഷെ മുഹമ്മദ് നബി വെറുതെ പറഞ്ഞൂടെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശരിയാണെന്നുള്ള എന്താ തെളിവ്? അതിന് നമുക്ക് ഒന്നാമത്തെ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തെങ്കിലും, ഒന്നാമത്തെ കാര്യം, നബിതങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു, നബിതങ്ങൾ ജീവിച്ചിരുന്നു, ഖുർആൻ അള്ളാഹിൻ്റെ ഗ്രന്ഥമാണെന്ന് നബിതങ്ങൾ പറഞ്ഞു, ഹദീസ് നബിതങ്ങൾ പറഞ്ഞ വചനമാണ്, ഇതിനെന്താ തെളിവ്? ഖബർ മുത്തവാത്തിർ, ഒരിക്കലും പിഴവ് വരാൻ സാധ്യതയില്ലാത്ത, ഓർമ്മശക്തിയുള്ള, വിശ്വസ്തരായ, നീതിമാന്മാരായ ആളുകളിലൂടെ, ഒന്നിലധികം ആളുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഉദ്ധരണികൾ, അതാണ് ഇതിൻ്റെ തെളിവ്. അപ്പോൾ ഈ സനത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തിയ ഒരു കാര്യങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഖുർആൻ അത് നബിതങ്ങൾ അള്ളാഹുവിൻ്റെ വചനമാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. ഹദീസുകൾ, സ്വഹീഹായ ഹദീസുകൾ തീർച്ചയായും ആര് പറഞ്ഞു തന്നെയാണ്? മുഹമ്മദ് നബി എന്ന 571 ജനിച്ച് 632 മരണപ്പെട്ട ഒരു ഹോമോ സാപ്പിയൻ എന്ന് നമുക്ക് ഇന്ന് വാദത്തിന് വേണ്ടി ഈ ഒരു വരി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരാൾ പറഞ്ഞു എന്ന് നമുക്ക് ബോധ്യവും. ഇത് ലോകത്തൊരാൾക്ക് നിഷേധിക്കാൻ പറ്റില്ല, അത്ര പെർഫെക്റ്റാണ്. ഇപ്പോൾ ഞാൻ സനദിനെ കുറിച്ചൊരു ഉസ്താദിനോട് സംശയം ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞത്, ഈ നമ്മൾ ലൈഫായ ഹദീസിനെ തള്ളിക്കളയുമല്ലോ, മൗലുആയതിനും തള്ളിക്കളയുമല്ലോ. ഈ മൗലുആണ് ഒരു ഹദീസ് എന്നുള്ളതിൻ്റെ അർത്ഥം എത്ര എന്നുള്ളറിയോ? ഇപ്പോൾ ഒരു ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ക്രോഡീകരിക്കുമ്പോൾ ഒരു 5 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കും, നബിതങ്ങളുടെ ഇമാം ബുഖാരിയുടെ ഇടയ്ക്ക് റളിയല്ലാഹു, അതിൽ 5 ഏതെങ്കിലും ഒരാൾ നമ്മളെപ്പോലത്തെ ഒരാളായ മതിയെന്ന്. നമ്മളെപ്പോലത്തെ ഒരാളായി കഴിഞ്ഞാൽ ഹദീസ് ലൈഫല്ല, മൗലുആ ഉത്തര. അപ്പോൾ അത്ര പറഞ്ഞത് ചിലപ്പോൾ റസൂൽ പറഞ്ഞ തന്നെയായിരിക്കും, എന്നാലും നമ്മൾ അതിനെ സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ മാറ്റി നിർത്തുകയാണ്, മൗലുആ എന്ന് പറയുന്നത് വ്യാജമാണെന്ന് പറയുക. അത്ര പെർഫെക്റ്റ്. അപ്പോൾ സ്വഹീഹിൻ്റെ മൂല്യം എന്തായിരിക്കും? പത്ര മാറ്റായിരിക്കില്ലേ? അപ്പോൾ സ്വഹീഹായി നമ്മൾ ഖബർ മുത്തവാത്തിറിലൂടെ വന്ന ഖുർആനും ഹദീസും എല്ലാം, പ്രവാചക ചരിത്രവും എല്ലാം പെർഫെക്റ്റാണ്, 100% സത്യസന്ധമാണ്. അതിലൊരു ചർച്ചയ്ക്ക് സ്കോപ്പില്ല. ലോകത്ത് ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ പരാജയപ്പെട്ടു പോയി. ഇനി അടുത്ത സാധനം, ഈ ചരിത്രങ്ങളൊക്കെ സത്യമായിട്ട് അംഗീകരിക്കുന്നു. ഇനിയാണ് നമ്മൾ പഠനം ആരംഭിക്കുന്നത്. ചരിത്രമൊക്കെ സത്യമായിട്ട് അംഗീകരിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയുണ്ട്? 8-ാം വയസ്സ് മറ്റേ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുന്നു, 6-ാം വയസ്സിൽ ഉമ്മ മരണപ്പെടുന്നു, ജനിച്ച് ഗർഭകാലത്ത് തന്നെ പിതാവ് മരണപ്പെടുന്നു, 40-ാം വയസ്സിൽ പ്രവാചകത്വം വാദിക്കുന്നു, 25-ാം വയസ്സിൽ വിവാഹം കഴിക്കുന്നു. ഇങ്ങനെ ഒരു ചരിത്ര പുരുഷൻ ജീവിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ ഇതും പ്രവാചകനാണോ എന്ന് തിരിച്ചറിയലാണ് ഇനി നമ്മുടെ അടുത്ത ഉദ്യമം. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്തറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാദിച്ചു, എന്ത്? ഞാൻ അള്ളാഹിൻ്റെ പ്രവാചകനാണ്. അതാണ് ഏറ്റവും വലിയ തെളിവ്. നബിതങ്ങൾ വാദിച്ചില്ലെങ്കിൽ പിന്നെ ചർച്ചൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നബിതങ്ങൾ വാദിച്ചു, എന്ത്? ഞാൻ അള്ളാഹിൻ്റെ പ്രവാചകനാണ്. ആ വാദം ശരിയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യം നോക്കേണ്ടത്, നബിതങ്ങൾക്ക് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പ്രവാചകനാകണമെന്ന് ആഗ്രഹിച്ചിരുന്നോ? അത് നമുക്ക് എങ്ങനെ ബോധ്യമാവുക? അല്ലെങ്കിൽ നബിതങ്ങളുടെ തോന്നലായിരുന്നു അത്? ജിബ്രീൽ അലൈഹി ഇസ്ലാം യഥാർത്ഥ രൂപത്തിലാണ് വന്നത്, സ്വപ്നമാണോ? യഥാർത്ഥ രൂപത്തിൽ വന്നു. അപ്പോൾ നബിതങ്ങൾക്ക് മനസ്സിലായി ഇത് എന്തല്ല, തോന്നലല്ല, ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്, യഥാർത്ഥ രൂപമാണ്, തൊട്ടതാണ്, ഞാൻ കെട്ടിപ്പിടിച്ചതാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ, തോന്നലല്ല. നബിതങ്ങൾക്കും സംശയമായി, ഇതൊരു ജിന്നുവാദയാണോ?
ജിബ്രീലാണ് മലക്കാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് തന്നെ ഒരു ഭീമാകാര രൂപം വന്നിട്ട് വായിക്കൂ എന്നാണ് പറയുന്നത്. മാനബി ഖാരി, അറിയില്ലല്ലോ എനിക്ക് വായിക്കാൻ, അതിനാരാ ഗ്രന്ഥം നിന്ന് വായിക്കാനല്ലല്ലോ പറഞ്ഞത്. അവസാനം കൂട്ടി അണയ്ക്കുന്നു, വഹീൻ്റെ കൈമാറ്റം നടക്കുന്നു, റസൂലുള്ളാഹിക്ക് അത് ഓർമ്മ വരുന്നു. പക്ഷെ അപ്പോഴും വഹിയാന്ന് ഉറപ്പായില്ല, ഇത് ജിബ്രീലാന്ന് ഉറപ്പായില്ല. ആരുടെ അടുത്തേക്ക് പോയി? വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്, ഒരു വേദപണ്ഡിതൻ്റെ അടുത്തേക്ക് പോവുകയാണ്. വറഖത്ത് ബിൻ നൗഫലാണ് പറയുന്നത് ഇത് മുൻകാല പ്രവാചകന്മാർക്ക് വഹയുമായി വന്ന ജിബ്രീൽ അലൈഹി സ്വലാമാണ് എന്ന്. മനസ്സിലായോ? വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞിട്ട് നബിതങ്ങൾക്ക് മനസ്സിലാവണം എന്ത്, എന്നിട്ട് നബിതങ്ങൾക്ക് ഉറപ്പായോ? ഇല്ല. അങ്ങനെ സൂറത്തുൽ മുദ്ദസ്സിറൊക്കെ ഇറങ്ങുന്നതിൻ്റെ സമയത്ത് ആകാശം ഭൂമികൾ നിറയുന്ന രൂപത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാം വരികയും അള്ളാഹുവിൻ്റെ മലക്കാണ് അങ്ങേ റസൂലായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തപ്പോഴാണ് നബിതങ്ങൾക്ക് ബോധ്യമാകുന്നത്. അപ്പോൾ നബിതങ്ങൾ താല്പര്യപ്പെട്ടുകൊണ്ടല്ല, ആദ്യം തന്നെ നബിതങ്ങൾ ഉറപ്പിച്ചിട്ടില്ല. നബിതങ്ങൾ എന്ത് ചെയ്തു? പരിശോധിച്ചു, എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഉറപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഈ സംഭവം നബിതങ്ങൾ നുണ പറഞ്ഞതാണോ എന്നുള്ളൊരു സാധ്യതയാണ്. നബിതങ്ങൾ പനിച്ചു വരച്ചിട്ടാണ് ഭാര്യയുടെ അടുത്തേക്ക് വരുന്നത്, വിഭ്രാന്തിയുള്ള വിരൽ പിടിച്ച മുഖമായി. പനിയും വിറയും വിഭ്രാന്തിയും ഒരാൾക്കും അഭിനയിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. പനിയും വിറയും വിഭ്രാന്തിയും അഭിനയിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. പനി വല്ല മരുന്ന് കഴിച്ചാലും പനി വന്നു എന്ന് പറയാം, പക്ഷേ വിറയൽ അഭിനയിക്കാൻ പറ്റില്ല, വിഭ്രാന്തി അഭിനയിക്കാൻ പറ്റില്ല. അതൊരു ഭാര്യയെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ഒരാൾക്കും അഭിനയിക്കാൻ പറ്റില്ല. ഇനി അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഭൗതിക താല്പര്യത്തിന് വേണ്ടിയായിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ സ്ഥാനങ്ങളെയും ആദ്യം ഇല്ലാതാക്കുന്നു. 40 വർഷത്തെ സത്യസന്ധൻ. ഹജറുൽ അസ്വദ് ആര് സ്ഥാപിക്കും? ആദ്യം വരുന്നവനാകട്ടെ, വന്നത് അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടിയാണ്. അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യനായ ആളാണല്ലോ വന്നത്, സത്യസന്ധനാണല്ലോ. സന്തോഷത്തോടെ ആര് സ്വീകരിക്കുകയാണ്? മക്കക്കാർ സ്വീകരിക്കുകയാണ്. അവരുടെ പൊസിഷൻ എന്താ? കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ്റെ പേരക്കുട്ടി. എന്ത് പൊസിഷൻ അവർക്കുണ്ടാവുക? സുന്ദരൻ, സുമുഖൻ, സൽസ്വഭാവി. ആ സ്ഥാനം മുഴുവൻ ഉപേക്ഷിച്ചു. അധികമായി നൽകപ്പെട്ട ഓഫർ നിഷേധിച്ചു. മക്കയിൽ സുന്ദരിയുമായിട്ടുള്ള വിവാഹം വേണോ, സമ്പത്ത് വേണോ, അധികാരം വേണോ, തരാം, ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ഇതൊന്ന്. റസൂലുള്ളാഹി അത് നിരോധിച്ചു. അപ്പോൾ ഉള്ള അവസ്ഥ ഇല്ലാതാക്കി, കൂടുതലായി കിട്ടിയ ഓഫർ തള്ളിക്കളഞ്ഞു, ഏറ്റവും താഴ്ന്ന സഹനങ്ങൾ തിരഞ്ഞെടുത്തു. ഇത് ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണോ? ആണോ? ഒരിക്കലും അല്ല. അപ്പോൾ ആ ഒരു സാധ്യതയും കഴിഞ്ഞു. അപ്പോൾ പിന്നുള്ള 4 സാധ്യത എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുണ പറഞ്ഞതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാദം എന്തായിരുന്നു? ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. ഈ വാദം ശരിയാണോ എന്നുള്ളതിന് നമുക്ക് 4 സാധ്യതകളാണുള്ളത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നുണയായിരുന്നു, ഒരു സാധ്യതയാണ്. ഓക്കെ, നുണ പറഞ്ഞോട്ടെ ഒരു മനുഷ്യന്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നുണയാണ്, പക്ഷെ ഉദ്ദേശം നല്ലതാണ്. എങ്ങനെ? മക്കയിലെ ആളുകളുടെ അധാർമിക ജീവിതം, ഇതിനൊരു മാറ്റം വരുത്തണമെന്നൊരു സാമൂഹിക പരിഷ്കർത്താവ് വിചാരിക്കുന്നു. ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ പറയുന്നതിനേക്കാൾ അവർ സ്വീകരിക്കുക മുഹമ്മദ് റസൂൽ, അള്ളാഹുവിൻ്റെ ദൂതൻ എന്ന് പറയുന്ന മുഹമ്മദ് പറയുമ്പോഴായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കരുതുന്നു. 40 ദിവസം പ്ലാൻ ചെയ്യുന്നു, വീട്ടിൽ നിന്ന് മാറി നിന്ന് പ്ലാൻ ഉണ്ടാക്കുന്നു, ഗുഹയിൽ ഏകവാസത്തിന് കൃത്യമായ പ്ലാൻ ഉണ്ടാക്കുന്നു. ആദ്യം ഞാൻ ഇവരോട് ഇത് പറയണം, ഇവരോട് ഇത് പറയണം, അങ്ങനെ പ്ലാനൊക്കെ ഉണ്ടാക്കി വെൽ പ്രിപ്പയർഡ് പ്ലാനുമായി വരുന്നു. ലക്ഷ്യം എന്താ? ആളുകളെ നന്മയിലേക്ക് കൊണ്ടുപോകണം. പക്ഷേ എന്തിനു വേണ്ടിയാണ് നുണ പറയുന്നത്? നന്നാക്കാൻ വേണ്ടി. ഒരു സാധ്യത ഉണ്ട്. ഓക്കെ, അതാണ് മോറൽ ലയർ. 3ാമത്തെ സാധ്യത, നബിതങ്ങൾ വിചാരിക്കുന്നത് പറയുന്നത് എന്താണ്? ശരിയാണ്, പക്ഷെ സത്യത്തിൽ വിഭ്രാന്തിയാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ബാധ കയറും. ഇയാളുടെ വിചാരം എൻ്റെ മനസ്സിൽ ദൈവം കയറിയെന്നാ, ഞാൻ ദൈവമായിന്നാ. സത്യത്തിൽ എന്താണ്? അയാളിൽ ചിന്തിച്ച് പറയണതൊക്കെ ശരിയാണ്, പക്ഷെ സംഭവം വിഭ്രാന്തിയാണ്. ഈ ഒരു സാധ്യതയാണ്. 4ാമത്തെ സാധ്യത എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സത്യമായിരുന്നു. 4 നമുക്ക് പരിശോധിക്കാം. 1ാമത്തെ സാധ്യത, മുഹമ്മദ് നബി പറഞ്ഞത് നുണയായിരുന്നു എന്നൊരു സാധ്യത എടുത്തു. 40 വർഷം എന്ത് പറഞ്ഞിട്ടില്ല? 40 വർഷം. ഒരു മനുഷ്യന് 40 വർഷം കളവ് പറയാതെ ജീവിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് നമ്മുടെ ഉത്തരം. കാരണം നമ്മുടെ അനുഭവത്തിൽ അതില്ല. നമ്മുടെ അനുഭവത്തിൽ നിന്നുള്ളത് മാത്രമേ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സങ്കല്പത്തിൽ അത് വരില്ല. ഓക്കെ, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് എന്ന് ആരാണ് സമ്മതിക്കുന്നത്? ശത്രുവായ, ആ സമയത്ത് ശത്രുവായ അബൂ സുഫിയാനാണ്. ആരോടാണ് സമ്മതിക്കുന്നത്? ഇസ്ലാമിൻ്റെ ശത്രുവിനോടാണ്. എപ്പോഴാണ് സമ്മതിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് ആരംഭിച്ച് അവർക്ക് നബിതങ്ങളോട് ദേഷ്യമുള്ള സമയത്താണ് സമ്മതിക്കുന്നത്. ശത്രുവിൻ്റെ നാവ് കൊണ്ട് ഏത് സമയത്ത് പോലും നുബുവത്തുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ പോലും അവർ സമ്മതിച്ചുവെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ നിന്നിട്ട് നബിതങ്ങൾ നുണ പറഞ്ഞാൽ യാതൊരു അർത്ഥവും ചരിത്രപരമായി നിലനിൽക്കില്ല. അപ്പോൾ നബിതങ്ങൾ നുണ പറഞ്ഞു എന്ന വാദം തട്ടിക്കളഞ്ഞു.
അപ്പോഴും രണ്ടാമത്തെ ഒരു വാദത്തിന് സാധ്യത ഉണ്ട്. പറഞ്ഞത് കള്ളമാണ്, പക്ഷെ ധാർമ്മികത സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കേൾക്കുമ്പോൾ വിശ്വാസികൾക്കും ശരി കുഴപ്പമില്ല, നിബിധങ്ങളൊന്ന് പോസിറ്റീവായിട്ട് പറഞ്ഞല്ലോ, ഒരു സാമൂഹിക പരിഷ്കർത്താവ് നല്ല കാര്യത്തിന് വേണ്ടിയാന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഒരു അർദ്ധവിശ്വാസികൾക്കൊക്കെ ഒരു സന്തോഷം വരും, ഉൾക്കൊള്ളാനും പറ്റും. അങ്ങനെയാണെങ്കിൽ നബിതങ്ങൾ ഏറ്റവും കൂടുതൽ പീഡനം സഹിച്ച എന്തിനാ? കള്ളുടിക്കരുത് പറഞ്ഞാ, നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞാ, അള്ളാഹു ദൈവമാണെന്ന് പറഞ്ഞാ, അള്ളാഹു ആണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാ, അള്ളാഹു ഏറ്റവും വലിയ ദൈവമാണെന്ന് പറഞ്ഞാ, ഇതൊക്കെ ആർക്ക് വിശ്വാസമുണ്ട്? മക്കാ മുശ്രിക്കുകൾക്ക് വിശ്വാസമുണ്ട് അള്ളാഹു ദൈവമാണെന്ന്. മക്കാ മുശ്രിക്കുകൾക്ക് വിശ്വാസമുണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു ആണെന്ന്. ചോദിക്കുക, അവരോട് ചോദിക്കുക, ആരാണ് മൻ ഖലഖസ് സമാവാതി വൽ അർദ്, മൻ റബ്ബുസ് സമാവാതി വൽ അർദ്, ആരാണ് ഇതിൻ്റെയൊക്കെ റബ്ബും ഖാലിഖും? അവർ പറയും എന്ത്? സയഖൂലൂന അല്ലാഹ്. അവർ പറയും അള്ളാഹു ആണ് ഇതിൻ്റെ ഖാലിഖ് എന്നവർ പറയും. അപ്പോൾ അവരുടെ മനസ്സിൽ ഖാലിഖാരാ? അള്ളാഹു ആണ്. അപ്പോൾ അള്ളാഹു ഖാലിഖാണെന്ന് പറഞ്ഞതിനല്ല, മറിച്ച് അള്ളാഹു അല്ലാതെ നിങ്ങൾ ആരാധിക്കുന്ന മുഴുവൻ ദൈവങ്ങളെയും ഒഴിവാക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ പീഡനങ്ങൾ മുഴുവനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം ധാർമ്മികത സ്ഥാപിക്കലാണെങ്കിൽ കള്ളുടിക്കരുത്, വിചരിക്കരുത് പറഞ്ഞാൽ പോരെ, അത്ര അടി കിട്ടൂല. അപ്പോൾ ഈ പീഡനം സഹിച്ചിട്ട് ഇത് പറയണമെങ്കിൽ അത് പറയാനാണ് നിയോഗിച്ചത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനാണ് നിയോഗിച്ചത്. അപ്പോൾ ഈ വാദം നമുക്ക് പോസിറ്റീവാണ്. 3, വിഭ്രാന്തി സംഭവിക്കാന്ന് പറഞ്ഞ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ഉള്ളിൽ ഇടയ്ക്കൊരു തോന്നൽ വരും, പിന്നെ ചുറ്റും എന്നെ അംഗീകരിക്കും. ചില കുട്ടികൾ എല്ലാവരും എന്നെ ദൈവമായിട്ട് കാണുന്നു, അപ്പോൾ ഞാൻ ദൈവമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നെ പ്രവാചകനായിട്ട് അംഗീകരിച്ചല്ലോ, അപ്പോൾ ഞാൻ പ്രവാചകൻ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് തോന്നുന്നു എല്ലാവരും എന്താ എന്നെ ഇങ്ങനെ ഒരു പ്രാന്തനെ പോലെ കാണുന്നു, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ ചിന്തിക്കില്ലേ? സ്വാഭാവികമായിട്ട് ചിന്തിക്കും. ഈ ചിന്തയാണ് വിഭ്രാന്തി. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ ഒരു രംഗം അവസാനത്തെ ആൺകുട്ടിയും വഫാത്തായ ദിവസമാണ്. ഇബ്രാഹിം, മാരിയത്തുൽ ഖിബ്തിയിലുണ്ടായ മകൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. അറബികൾക്ക് ആൺകുട്ടികൾ നഷ്ടപ്പെടുന്നത് അതിലേറെ സങ്കടം. ഇനി നബിതങ്ങൾക്ക് പെൺകുട്ടികൾ ഉണ്ടല്ലോ എന്ന ആശ്വാസമുണ്ടെങ്കിലും മറ്റുള്ളവർ കാണുന്നത് എങ്ങനെയാ? നബിതങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കറുത്ത അധ്യായമാണ് ഇന്ന്. അത് ഒരാൾക്ക് നൽകുന്ന വിഷമം കുറച്ച് കൂടുതലാണ്. ആ സമയത്ത് സ്വഹാബികൾ എന്ത് പറഞ്ഞു? ഗ്രഹണമുണ്ടായി. ആ സമയത്ത് ഒരു ഗ്രഹണമുണ്ടായി, എക്ലിപ്സ് ഉണ്ടായി. സ്വഹാബികൾ പറഞ്ഞു, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ്റെ മരണത്തിൽ ഈ പ്രപഞ്ചം വിഷമിക്കുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? തിരുത്തി. ഏത് സമയത്ത്? ഈ മകൻ മരണപ്പെട്ട വിഷമം അനുഭവിക്കുന്ന ആ സമയത്ത് പോലും. അപ്പോൾ ഈ ഗ്രഹണം വന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ തിരുത്തുകയാണ്, ഇത് അങ്ങനെ സംഭവിച്ചതല്ല, ഇത് അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിലെ ഒരു പ്രതിഭാസമാണ്. നിങ്ങൾ ഇത് കാണുമ്പോൾ അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, നിസ്കരിക്കണം, ഗ്രഹണ നിസ്കാരം നടത്തണം. ആ വേദനയുള്ള സമയത്ത് പോലും റസൂലുള്ളാഹി ചിന്തിക്കേണ്ട എന്തായിരുന്നു? വിഭ്രാന്തിയാണെങ്കിൽ എല്ലാവരും കരുതുന്നു എൻ്റെ മകൻ്റെ മരണ കാരണമാണ്, ഞാൻ പ്രവാചകനാണെന്നല്ല എല്ലാവരും കരുതുന്നത്, അപ്പോൾ അത് ശരിയാകണം എന്ന് കരുതണമായിരുന്നു ആ വേദനയുള്ള സമയത്ത് പോലും. പക്ഷെ റസൂലുള്ളാഹി ചെയ്തത് തിരുത്തലായിരുന്നു. കാരണം ആ സമയത്ത് എന്ത് വന്നു? വഹി വന്നു. അപ്പോൾ ആ സമയത്ത് റസൂലുള്ളാഹി തിരുത്തി എന്നത് വഹി ഇറങ്ങുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഭ്രാന്തി ബാധിച്ചതല്ല. പിന്നെ സ്വാഭാവികം 4ാമത്തെ സാധ്യത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്തോ അത് സത്യമായിരുന്നു. ഇനി ഇതിൽ ചോദ്യമില്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹു ഏർപ്പെടുത്തിയ പ്രവാചകൻ പറഞ്ഞതാണെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടമായാലും ഇഷ്ടമല്ലെങ്കിലും നമ്മുടെ ബുദ്ധിക്ക് വഴങ്ങിയാലും വഴങ്ങിയില്ലെങ്കിലും ഉൾക്കൊള്ളല്ലാതെ നിവൃത്തിയൊന്നുമില്ല. എനിക്കിഷ്ടമല്ല ഇടതുവശത്തോടെ വണ്ടി ഓടിച്ച് പോകല്, ഇഷ്ടമല്ല എന്ന് കരുതിയോണ്ട് പോലീസ് പിടിക്കാതിരിക്കില്ല. പടച്ചോൻ പറഞ്ഞു അനാവശ്യമായ സ്ത്രീ പുരുഷ സങ്കലനം ഉണ്ടാവരുത്, അത് എനിക്കിഷ്ടമല്ല, എനിക്ക് യോജിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് യോജിക്കാൻ പറ്റിയില്ലെങ്കിലും ആ നിയമം അവിടെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ഭവിഷ്യത്ത് ഇഹലോകത്തും പരലോകത്തും അനുഭവിക്കേണ്ടി വരും. അതിനെ കണ്ണടച്ച് കാണിച്ചിട്ട് കാര്യമില്ല. അപ്പം ഈ 2 വിശ്വാസം ഉറച്ചാൽ പിന്നെ വേറൊന്നും പ്രശ്നമില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാവണമല്ലോ. ഇതിപ്പോൾ നമ്മൾ ചരിത്രപരമായിട്ടാണ് പഠിച്ചത്. നബി തങ്ങളുടെ മുഅ്ജിസത്ത് എന്തായിരുന്നു? ഒന്ന്, നബി തങ്ങൾ ഒരുപാട് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്നു. മുൻ വേദം പഠിച്ചിട്ടുണ്ടോ? മുൻ വേദം പഠിക്കാതെ ചരിത്രം പറഞ്ഞെങ്കിൽ, സാഹിത്യം പഠിക്കാതെ അക്ഷരം പഠിക്കാതെ വിശുദ്ധ ഖുർആനിനെ പോലെ മനോഹരമായ സാഹിത്യമായ സവിശേഷതകൾ ഒപ്പിച്ച ഒരു ഗ്രന്ഥത്തെ ആളുകൾക്ക് പരിചയപ്പെടുത്തിയെങ്കിൽ, ഗ്രന്ഥമെന്ന് പറയുന്നത് ഈ വിമർശകരുടെ ഭാഷയിലാണ്, അതൊരാൾക്കൊരു മനുഷ്യർ എഴുതാൻ കഴിയില്ല. പ്രവചനങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞത് പലതും യാഥാർത്ഥ്യമായിട്ടുണ്ട്. പലതും എന്ന് പറഞ്ഞാൽ ഇനി പലത് യാഥാർത്ഥ്യമായി കിടക്കുന്നുള്ളൂ എന്നർത്ഥത്തിലാണ്. ജ്യോത്സ്യം പഠിക്കാതെ ഒരാൾ പ്രവചിച്ചുവെങ്കിൽ, ജ്യോത്സ്യം പഠിച്ചൊക്കെ ശരിയാവുമെന്ന് നമുക്ക് വിശ്വാസമില്ല എങ്കിൽ പോലും ഒരാൾ പ്രവചിക്കണമെങ്കിൽ ആൾക്കാർ ജ്യോത്സ്യം പഠിക്കണമല്ലോ. ജ്യോത്സ്യം പഠിക്കാതെ പ്രവചിച്ചെങ്കിൽ അത് ശരിയായെങ്കിൽ, സാഹിത്യം പഠിക്കാതെ വിശുദ്ധ ഖുർആനിനെ പോലെ മനോഹരമായ ഇത് പരിചയപ്പെടുത്തിയെങ്കിൽ,
ഫിലോസഫി പഠിക്കാതെ നിയമക്രമം ഉണ്ടാക്കിയെങ്കിൽ, സമഗ്രമായൊരു നിയമക്രമം ഫിലോസഫി പഠിക്കാതെ, ഇത് വഹിയാണ്. അല്ലാതെ വേറെ വഴിയില്ല. ഇത് എവിടെ നിന്ന് കിട്ടി? പോക്കറ്റിൽ 500 രൂപ ഇല്ലാണ്ട് 500 രൂപ കൊടുക്കാൻ പറ്റുമോ? വഹിയില്ലാതെ പിന്നെ എങ്ങനെ റസൂൽ എന്നൊക്കെ പറയാം? ഒരു മനുഷ്യന് എത്തിക്കാൻ പറ്റാത്തൊരു സാധനമല്ലേ ഇത്. അപ്പോൾ ഇത് ഏറ്റവും വലിയ തെളിവാണ്. റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആനല്ലേ. ഖുർആനെ കുറിച്ച് പലർക്കും പല സംശയങ്ങളാണ്. ഇത് എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവണില്ലല്ലോ, ഇതെന്താ ഒരു ആവർത്തനം, ചില ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും മൂസാ നബിയുടെ കഥ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഇബ്ലീസിനെ പറയുക, ഒരു ക്രമമില്ലല്ലോ. ഇങ്ങനെ പല ചിന്തകൾ ആൾക്കാർക്കുണ്ട്. ഖുർആൻ തന്നെ പറയണ്ടല്ലോ, വലഖദ് യസ്സർനൽ ഖുർആൻ ലിദ്ദിക്ർ, നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നിരിക്കുന്നു, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് എളുപ്പമൊന്നുമല്ലല്ലോ. അങ്ങനെ കുറേ സംശയങ്ങളുണ്ടാകും. അതിന് മുമ്പ് ആദ്യം നമുക്ക് ഖുർആൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് നോക്കാം. ഖുർആൻ്റെ ലക്ഷ്യം ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്നൽ ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. ഈ ഖുർആൻ എന്ന് പറയുന്നത് ആളുകളെ ഏറ്റവും അക്വമായ, ഏറ്റവും ഇസ്തിഖാമത്തുള്ള, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് ആളുകളെ യഹ്ദി നയിക്കുന്നൊരു ഗ്രന്ഥമാണ്. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഖുർആൻ എന്നത് സന്മാർഗ ദർശനമാണ് മനുഷ്യന്. അതുപോലെ നന്മതിന്മകൾ വേർതിരിക്കുന്ന ഫുർഖാനാണ്. സത്യാസത്യങ്ങൾ, ധർമാധർമ്മങ്ങൾ വേർതിരിക്കപ്പെടുന്ന, വിവേചിതമാകുന്ന ഒരു ഫുർഖാനാണ്. അപ്പോൾ ഖുർആൻ്റെ ലക്ഷ്യം ആളുകളെ സന്മാർഗം നയിക്കലാണ്. ഇത് മനുഷ്യൻ്റെ ഭൂമിയിലെ ജീവിതത്തിൻ്റെ തന്നെ ലക്ഷ്യമാണ്. ഭൂമിയിലേക്ക് മാറ്റിപ്പാർപ്പിക്കപ്പെട്ട ശേഷം ആദം നബി അലൈഹി ഇസ്ലാമിനോടും ഹവ്വാ റളിയല്ലാഹു അൻഹയോടും അള്ളാഹു പറഞ്ഞത്, ഖുൽ നഹ്ബിതാ മിൻഹാ ജമീഅ, നിങ്ങൾ രണ്ടുപേരും ഭൂമിയിലേക്ക് മാറി താമസിച്ചോളൂ. ഫഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദാ, എൻ്റെ പക്കൽ നിന്നുള്ള സന്മാർഗം നിങ്ങളിലേക്ക് എത്തപ്പെട്ടാൽ, ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. അവിടെ മറ്റൊരു ആയത്തിൽ ഖുൽ നഹ്ബിതൂ മിൻഹാ ജമീഅ എന്ന് പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും, രണ്ടുപേരോട് പറയും നിങ്ങളെല്ലാവരും. അപ്പോൾ ആരോടാ പറയണത്? നമ്മളോട് പറയാണ്. അല്ലെങ്കിൽ രണ്ടുപേരോട് നിങ്ങൾ എല്ലാവരും എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹജ്ജിന് ക്ഷണിച്ചതുപോലെ അത് എല്ലാവരോടുമുള്ള ഒരു ക്ഷണമാണ്. അപ്പോൾ നമ്മളോടുള്ള അള്ളാഹിൻ്റെ ഭൂമിയിലേക്ക് വരുമ്പോൾ ഉള്ള കൽപ്പന ഇതാണ്. അതിന് നമുക്ക് എന്ത് വേണം? റോഡിലൂടെ ഓടിക്കാനാണ് നമ്മൾ വണ്ടി മേടിച്ചത്. സ്വാഭാവികമായിട്ട് എങ്ങനെ ഓടിക്കണം എന്ന് പറഞ്ഞു തരണം. സ്വാഭാവികം. വന്നത് സന്മാർഗം കണ്ടെത്താനാണ്. എങ്ങനെയാണ് സന്മാർഗം എത്തുക എന്ന് പറഞ്ഞുതരാം. അതിനാണ് ഖുർആൻ. ഖുർആൻ്റെ ഉള്ളടക്കം എന്താ? ഖുർആൻ്റെ ഉള്ളടക്കം എന്താ? പലതും പറഞ്ഞു. ഖുർആനിൽ കുറേ ചരിത്രമുണ്ട്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, കുറേ കഴിഞ്ഞു പോയ കാര്യങ്ങളുണ്ട്, വരാൻ പോകുന്നതുണ്ട്, വർത്തമാനമുണ്ട്. സമയത്ത് വെച്ച് അങ്ങോട്ട് ലോക്ക് ചെയ്തു. കഴിഞ്ഞു പോയത്, വരാനുള്ളത്, ഇപ്പോൾ ഉള്ളത് സമയത്ത് വെച്ച് ലോക്ക് ചെയ്തു. ഇതിനപ്പുറത്തേക്ക് ഒന്നും അതിൽ ഉൾക്കൊള്ളുന്നില്ല എന്നർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഖുർആൻ്റെ ഉള്ളടക്കത്തെ സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണമായിട്ട് മനസ്സിലാക്കാം. കാരണം ഫാത്തിഹ എന്താണ്? ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ അല്ലേ. ഖുർആൻ്റെ മാതാവ് ഫാത്തിഹയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു. വിശുദ്ധ ഖുർആനിൽ ധാരാളം വചനങ്ങൾ ആരെക്കുറിച്ച് പറയും? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ കുറിച്ച് ധാരാളം പറയും. ആലിമുൽ ഗൈബി വശഹാദ. അപ്പോൾ അതൊക്കെ ഈ വചനത്തിൻ്റെ വിശദീകരണമാണ്, വ്യാഖ്യാനമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു എന്ന പദം അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഖുർആനിൽ ധാരാളം തഹ്മീദുകൾ ഉണ്ടാകും. അൽഹംദുലില്ലാഹില്ലദീ നസ്സല ഹാദൽ ഖുർആൻ, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അങ്ങനെ ധാരാളം ഹംദ് ഉണ്ടാകും. ധാരാളം തസ്ബീഹും തഹ്ലീലും ഒക്കെ ഉണ്ടാകും. തക്ബീറും ഒക്കെ ഖുർആനിലുണ്ടാകും. അതൊക്കെ അൽഹംദു എന്നതിൻ്റെ വ്യാഖ്യാനമാണ്. റബ്ബിൽ ആലമീൻ, ആലമീൻ്റെ റബ്ബാണ് അള്ളാഹ്, സർവ്വലോകങ്ങളുടെ പരിപാലകൻ. അപ്പോൾ ഈ സർവ്വലോകങ്ങൾ എന്നതിൻ്റെ പര്യായമാണ് ഖുർആൻ ചർച്ച ചെയ്ത ആകാശം, ഭൂമി, എട്ടുകാലി, ഉറുമ്പ് എല്ലാം ഈ ആലം എന്നതിൻ്റെ വ്യാഖ്യാനമാണ്. അർ റഹ്മാൻ റഹീം, വീണ്ടും അള്ളാഹുവിനെ പരിചയപ്പെടുന്നു. മാലിക് യൗമിദ്ദീൻ, അന്ത്യനാളിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു. ഈ മാലിക് യൗമിദ്ദീൻ എന്നതിലെ യൗമിദ്ദീൻ എന്ന പദത്തിൻ്റെ വ്യാഖ്യാനമാണ് ഖുർആൻ പറഞ്ഞ മരണം, മരണാനന്തരം, പരലോകം, സ്വർഗം, നരകം, ഹിസാബ്, സിറാത്ത് എല്ലാം. ഇതെല്ലാം അറാഫ് എല്ലാം യൗമിദ്ദീൻ എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണങ്ങളാണ്, പര്യായമല്ല, വിശദീകരണങ്ങളാണ്. ഇയ്യാക നഅ്ബുദു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ വിശദീകരണമാണ്. കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾ നിസ്കരിക്കണം. നിങ്ങൾ ആരാധനയുമായി ബന്ധപ്പെട്ട മുഴുവൻ കൽപ്പനകളും ഈ വചനത്തിൻ്റെ വ്യാഖ്യാനമാണ്. ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ, അതിൻ്റെ വ്യാഖ്യാനമാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന. ഖുർആൻ പറഞ്ഞ ധാരാളം ദുആകൾ, റബ്ബന തഖബ്ബൽ മിന്നാ, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന, റബ്ബന ലാ തുസിഗ് ഖുലൂബന എന്ന് പറയുന്ന ധാരാളം ദുആകൾ. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ലക്ഷ്യം എന്താ? സന്മാർഗത്തിലേക്ക് നിങ്ങൾ എത്തണം. അത് നിരന്തരം നിർബന്ധമായി നിത്യം 5 തവണ നിന്റെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, സന്മാർഗത്തിൽ ചേർക്കണേ. എന്താണ് സന്മാർഗം? അവിടെ തന്നെ ചെറിയ വിശദീകരണം. അല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, ആമീൻ. കോപത്തിൻ്റെയും നിന്റെ വഴികേടിൻ്റെയും വിധേയമാക്കപ്പെട്ടവരുടെ, നിന്റെ കോപത്തിനും വിധേയമാക്കപ്പെട്ട വഴികേടിലായിപ്പോയ ആളുകളുടെ മാർഗത്തിലെല്ലാം. ഇതിൻ്റെ വ്യാഖ്യാനമാണ്, ഇതിൽ അനുഗ്രഹം ചെരിഞ്ഞവരുടെ വ്യാഖ്യാനമാണ് ഖുർആൻ ചർച്ച ചെയ്ത പ്രവാചകന്മാരുടെ കഥകൾ. ലുഖ്മാനുൽ ഹക്കീമിനെ പോലെ റളിയല്ലാഹു അൻഹു, ഖദർ അലൈഹി ഇസ്ലാമിനെ പോലെ, ദുൽഖർനൈനിയെ പോലെ, ആസിയ ബീവിയെ പോലെ, മറിയം ബീവിയെ പോലെയുള്ള മഹാന്മാരുടെയും മഹദിമാരുടെയും ചരിത്രങ്ങൾ ഈ
അൻഅംത അലൈഹിം എന്നതിൻ്റെ വ്യാഖ്യാനമാണ്. ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ അതിൻ്റെ വ്യാഖ്യാനത്തിൽ ഇബ്ലീസ്, നമ്രൂദ്, ഹാമാൻ, ഖാറൂൻ, ഫിർഔൻ ധാരാളം ആളുകൾ ആ പരിധിയിൽപ്പെടും. അപ്പോൾ ഫാത്തിഹ എന്താണ് ഉള്ളടക്കം? അതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആശയമായിട്ട് നമുക്ക് മനസ്സിലാവുക. ഇനി ഖുർആനിൻ്റെ ദൈവികത എന്തിലാ? തീർച്ചയായിട്ടും അതിൻ്റെ പാരായണത്തിലാണ്. അതുകൊണ്ടാണ് ഖുർആൻ എന്ന പദം പോലും വന്നത്. ഖുർആൻ എന്താ? ഓതപ്പെടുന്ന ഗ്രന്ഥമാണ്, ഏറ്റവും അധികം ഓതപ്പെടുന്ന ഗ്രന്ഥം. ആ ഫുലാൻ എന്ന് പറയുന്നത് ഏറ്റവും അധികം എന്നതിൻ്റെ സൂചനയാണ്. ഖുർആൻ ഏറ്റവും അധികം ഓതപ്പെടുന്ന ഒരു ഗ്രന്ഥം. മനഃപ്പാടമാക്കാൻ ഖുർആനോളം സൗകര്യമുള്ള വേറൊരു ഗ്രന്ഥമില്ല. ഖുർആൻ്റെ കൽപ്പനാധികാരം, വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ്, അള്ളാഹു വിധിച്ചു അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും വബിൽ വാലിദൈനി ഇഹ്സാന കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നിർബന്ധമാക്കി, വേറെ രക്ഷയില്ല. ഖുർആൻ്റെ ആ കൽപ്പനാധികാരം, അതോറിറ്റി, യോഗ്യതയുള്ള അർഹതയുള്ളവൻ അവൻ്റെ കീഴിലുള്ളവനോട് കൽപ്പിക്കുന്ന പോലെയുള്ളൊരു അധികാരം, അത് ഖുർആൻ്റെ ആ ഭാഷയുടെ വലിയൊരു ദൈവികതയാണ്. മനസ്സുകളിൽ സ്വാധീനം ചെലുത്തുന്നു. അർത്ഥമറിഞ്ഞോ അറിയാതെയോ പാരായണം ചെയ്യുമ്പോൾ പോലും അവൻ്റെ മനസ്സിലും ഖുർആൻ എളുപ്പത്തിൽ സ്വാധീനം ചെലുത്തുന്നു. അവൻ എളുപ്പത്തിൽ ഖുർആൻ്റെ ലക്ഷ്യത്തോടെ അടുക്കാൻ, ഏതൊരു സാധനവും എളുപ്പമാക്കി എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷ്യത്തോടെ അടുക്കാനാണ്. ഒരു കഥ എളുപ്പം, നല്ല രസം, ലളിതമായ കഥ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കഥയുടെ ലക്ഷ്യം ആളുകളെ വായിപ്പിച്ച് രസിപ്പിക്കലാണ്. അത് രസിക്കുന്നുണ്ട്. ഖുർആൻ്റെ ലക്ഷ്യം സന്മാർഗത്തിലേക്ക് എത്തിക്കലാണ്. സന്മാർഗത്തിലേക്ക് ആളുകളെ അവരറിയാതെ പോലും, അർത്ഥം അറിയാതെ പോലും നയിക്കാനുള്ള രീതിയിൽ ഖുർആനെ എളുപ്പമാക്കി. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, ദിക്റിന് വേണ്ടി, ഉപദേശം സ്വീകരിക്കുക എന്ന അർത്ഥത്തിൽ അതിനുവേണ്ടി ഖുർആൻ എളുപ്പമാക്കിയിരിക്കുന്നു. അങ്ങനെ ഇനി പലരും പറയും ഖുർആൻ്റെ എന്താണ് ഖുർആൻ ഇത്ര വലിയ അത്ഭുതം, എന്താണ് ഖുർആനിൻ്റെ ഇജാസ്, ഖുർആനിൻ്റെ അതിലൊരു ശാസ്ത്രീയമാണോ സംഖ്യാത്ഭുതമാണോ എന്താന്ന് ചോദിക്കും. പക്ഷേ ഖുർആനിൻ്റെ ഭാഷയാണ് ഖുർആനിൻ്റെ അത്ഭുതം. ഖുർആനിൻ്റെ ഭാഷയാണ്. അതുകൊണ്ടല്ലേ അറബികൾക്ക് മുമ്പിൽ അത് അവതരിപ്പിച്ചത്. ഖുർആനിൻ്റെ ഭാഷ അത്ര അത്ഭുതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വിവരങ്ങളൊക്കെ ഓതി നൽകിയത് 2 വേദം പഠിച്ച മുൻകാലക്കാരാണ് എന്ന ഒരു വാദം ഖുറൈശികൾ ഉന്നയിച്ചു. അള്ളാഹ് മറുപടി എടുത്തെന്തറിയോ? അവരൊന്നും അറബികളല്ലല്ലോ. അപ്പം ഇത് ഒരു കേരളത്തിലൊരു ഇസ്ലാം വിമർശകൻ പറഞ്ഞ എന്താ? അതെ, അവരറബികളല്ല, അവരവരുടെ ഭാഷയിൽ പറഞ്ഞു, റസൂലുള്ളാഹിനെ അറബീകരിച്ചു. അപ്പോൾ പുള്ളിയുടെ വിചാരം ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ ആശയാണെന്നാണ്. അപ്പോൾ അള്ളാഹ് അങ്ങനെ പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ അറബികളല്ലല്ലോ. ഇതിൻ്റെ അത്ഭുതം ഫി അറബിയ്യൻ മുബീൻ, ഈ അറബി ഭാഷയിൽ ഈ സാഹിതീയത ഒത്തുവന്നു എന്നതല്ല ഇതിൻ്റെ അത്ഭുതം. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത്ര പേര് കൂട്ടിയിട്ടും പകരം കൊണ്ടുവരാൻ പറ്റാത്തത്. അപ്പോൾ ഈ അത്ഭുതം മുഹമ്മദ് നബിയുടെ അല്ല എന്നല്ല നമ്മുടെ വാദം. പിന്നെ നിങ്ങൾ പറയാ നബിക്ക് വേറെ ആരോ പറഞ്ഞു കൊടുത്ത് നബീനെ അറബീകരിച്ചു എന്ന് പറയുമ്പോൾ ആ വാദം പൊളിഞ്ഞു പോയില്ലോ. കാരണം ഇത് അറബിയിലാണല്ലോ ഉള്ളത്. അപ്പോൾ അറബി എന്താണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? അല്ലാതെ ഇസ്ലാമിൻ്റെ ആശയം എളുപ്പത്തിൽ പഠിപ്പിക്കാനുള്ള ഗ്രന്ഥമല്ല എന്ത്. അങ്ങനെ തീരുമോ? 6236 വചനങ്ങൾ കൊണ്ട് തീരുന്നതാണ് ഇസ്ലാമിൻ്റെ ആശയം? ഖുർആനിൽ നിസ്കരിക്കേണ്ട, നിയ്യത്ത് വെക്കേണ്ട കാര്യം പോലും ഇല്ലല്ലോ, തീരില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രവാചകൻ്റെ ആവശ്യമില്ലല്ലോ, ഹദീസ് ഉൾപ്പെടുന്ന മറ്റു വഹ്യുകളുടെ ആവശ്യമില്ലല്ലോ. ഇസ്ലാമിൻ്റെ ആശയം പൂർണ്ണമായി പഠിപ്പിക്കാൻ ഖുർആൻ മതിയല്ല, ഖുർആൻ പോരാ. അങ്ങനെയാണെങ്കിൽ ഖുർആൻ ലളിതമാക്കി അവതരിപ്പിക്കണം. ഹദീസുകൾ ലളിതമാണ് അല്ലേ? ലളിതമാണ് ഹദീസുകൾ. ഖുർആൻ ക്രമത്തിലാവണമായിരുന്നു. ഖുർആൻ ഇറക്കപ്പെട്ട ഓർഡറിലാണെങ്കിൽ പിന്നെയും നമുക്ക് കാര്യങ്ങൾ എളുപ്പം മനസ്സിലാവും. ക്രമത്തിൽ ആ റസൂൽ തൻ്റെ പ്രബോധന ടൈം ലൈൻ അനുസരിച്ചാണ് ക്രോഡീകരിക്കപ്പെട്ടതെങ്കിൽ. പക്ഷേ അള്ളാഹ് എന്തു പറഞ്ഞു? ഇന്ന അലൈന ജംഅഹു, അതിന് ആ ക്രോഡീകരണം നൽകിയത് ഞാനാണ്. ആദ്യമിറങ്ങിയ ആയത്ത് 96-ാം വചനത്തിൻ്റെ തുടക്കത്തിൽ വേണമെന്ന് തീരുമാനിച്ചത് ഞാനാണ്. കാരണം എന്താ? ജംഅഹു, അതിൻ്റെ ക്രോഡീകരണം അതിൻ്റെ ഈ മറ്റുള്ളവർക്ക് അനുകരിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു രൂപഭേദമായിട്ട് വരണം. ജംഅഹു വ ഖുർആനഹു, അതിൻ്റെ പാരായണം നിർവഹിച്ചത് ഞാനാണ്. ഫഇദാ ഖറഅനാഹു ഫത്തബി ഖുർആന, നാം ഓതിത്തരുന്ന പോലെയാണ് അങ്ങ് ഓതിത്തരേണ്ടത് എന്ന് പറയുമ്പോൾ ഈ പാരായണവും അതിൻ്റെ അത്ഭുതമാണ്. തുമ്മ ഇന്ന അലൈനാ ബയാൻ, അതിന് വിശദീകരിച്ച് തരേണ്ടതും ഞാനാണ്. അപ്പോൾ ഈ ജംഉം ഈ ക്രോഡീകൃത രൂപവും ഈ പാരായണവും ഈ വിശദീകരണവും ചേർന്നതാണ് അള്ളാഹു അവതരിപ്പിച്ചത്. ഈ വിശദീകരണമാണ് റസൂലുള്ളാഹിൻ്റെ ഹദീസ്. അതുകൂടി ചേരുമ്പോഴാണ് ഇത് പൂർണ്ണമാകുന്നത്, റസൂലുള്ളാഹിൻ്റെ ജീവിതം. അപ്പോൾ ഖുർആൻ എനിക്ക് വായിച്ച് മനസ്സിലായില്ലെന്ന് പറയുമ്പോൾ നീ ഖുർആനെ വായിച്ചിട്ടില്ല. ഖുർആനെ വായിക്കാൻ പറഞ്ഞത് എങ്ങനെയാണ്? റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിലൂടെയാണ്. കാന ഖുലുഖുഹു ഖുർആൻ, റസൂലുള്ളാഹിലൂടെയാണ് ഖുർആനെ പഠിക്കേണ്ടത്, റസൂലുള്ളാഹിൻ്റെ അധ്യാപനത്തിലൂടെയാണ് ഖുർആനെ പഠിക്കേണ്ടത്. നമ്മൾ ഏറ്റവും മിനിമം ഒരു തീസിസ് വായിച്ചിട്ടേക്ക് മനസ്സിലായില്ല എന്ന് പറയാൻ പറ്റുമോ? ആ തീസിസ് എഴുതിയ ആളത്ത് ചോദിക്കണ്ടേ? ആ തീസിസ് പഠിപ്പിച്ച അധ്യാപനോട് ചോദിക്കണ്ടേ? അല്ലാണ്ട് നമുക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ തീസിസിൻ്റെ കുഴപ്പമല്ല, എൻ്റെ കുഴപ്പമെന്നേ സമ്മതിക്കുള്ളൂ. എനിക്ക് ഖുർആൻ വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല, അത് നിൻ്റെ കുഴപ്പമാണ്. കാരണം നീ പഠിക്കേണ്ട പോലെ പഠിച്ചിട്ടില്ല എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും നിയന്താവുമെന്നും നമ്മൾ ബോധ്യപ്പെടുകയായിരുന്നു. നമ്മുടെ ബോധ്യത്തെ ഒന്നുകൂടി ഉറപ്പിക്കുകയായിരുന്നു. സംശയമായി വരുന്നവർക്ക് ഏത് രീതിയിൽ പറഞ്ഞു കൊടുക്കണമെന്നതിന് ചിട്ടപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ അള്ളാഹുവിൻ്റെ ദൂതർ തന്നെയാണ് എന്ന് നാം ബോധ്യപ്പെട്ടു, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടു. ഇതുവരെ നമ്മുടെ ബോധ്യത്തിന് മറ്റു കാരണങ്ങളുണ്ടായിരുന്നു, ആ കാരണങ്ങൾ എമ്പാടും മതിയായതുമാണ്. പക്ഷെ ഇത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി വളരെ എളുപ്പമാണ്. ഇനി റസൂലുള്ളാഹി എന്ത് പഠിപ്പിച്ചോ 2 കാര്യം നോക്കേണ്ടുള്ളൂ. ഇപ്പോൾ ISRO പറയുകയാണ്
നാളെ ഉച്ചയ്ക്ക് 12:30 ആകുമ്പോൾ നിങ്ങളാരും ആകാശത്തേക്ക് നോക്കരുത്, ഒരു പ്രത്യേക ഗ്രഹണം ഉണ്ടാകുന്നുണ്ട്, കണ്ണ് കേടാകും എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കില്ല. 2 കാര്യം നമ്മളവിടെ നോക്കണം. ഒന്ന്, ബുദ്ധിയുള്ളവനാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ചർച്ചയിൽ പ്രസക്തി ഇല്ല കേട്ടോ, നമ്മളവരൊക്കെ മാറ്റി നിർത്തി. ഒന്ന്, ISRO പറഞ്ഞു എന്നത് ശരിയാണോ? അതിന് എന്ത് ചെയ്യണം? ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി നോക്കണം. ഔദ്യോഗിക വെബ്സൈറ്റ് ആർക്കെങ്കിലും ഹാക്ക് ചെയ്തൂടെ? ന്യൂസ് ചാനലിന് ഫേക്ക് ന്യൂസ് വന്നൂടെ? പക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഫേക്ക് പറയില്ല എന്ന സാധ്യത എടുക്കുന്നു. അവിടെയും നമ്മുടെ ഖബർ മുത്തവാത്തിർ തന്നെയാണ്, ടെസ്റ്റിമണി തന്നെയാണ് എവിഡൻസ്. അപ്പോൾ നമ്മൾ ഫേക്ക് ആണോ അല്ലയോ എന്ന് ആദ്യം ഉറപ്പിക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യാം? പിന്നെ നമ്മൾ ചെയ്യും, ഇത് പറയാൻ ISROയ്ക്ക് യോഗ്യതയുണ്ടോ? ഇപ്പോൾ നാളെ പറയണം, നാളെ ഗ്രഹണം ഉണ്ടാകും എന്ന് ABCD, നമ്മൾ വിശ്വസിക്കുമോ? കാരണം ABCD പറയാൻ യോഗ്യതയുള്ള സംഘടനയാണോ നമുക്കറിയില്ല. അപ്പോൾ ISROയ്ക്ക് അത് പറയാൻ യോഗ്യതയുണ്ടോ എന്നും ISRO പറഞ്ഞു എന്നത് ശരിയാണോ എന്ന് നമുക്ക് ബോധ്യമായി പിന്നെ നമ്മൾ നോക്കില്ല, അതെന്തുകൊണ്ടാണ് മറ്റേ നക്ഷത്രം വന്ന് അങ്ങനെ കണ്ണിന് പ്രശ്നം ഉണ്ടാവാറില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ പിന്നെ അത് വിശ്വസിക്കും. ഇത് ഏറ്റവും യുക്തിപരമായ മാർഗ്ഗമാണ്. ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ബുദ്ധിയുള്ളത്. ഞാൻ ഫിസിക്സിൽ PG കഴിഞ്ഞതാ, അപ്പോൾ എനിക്ക് ഇതുവരെ ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് ആകാശത്തേക്ക് നോക്കുന്നത് മണ്ടനാണ്. ഇതുപോലെ അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ ഖാലിഖും റാസിഖും റബ്ബുമാണെന്ന് ബോധ്യപ്പെട്ടു. ആ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് ബോധ്യപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി അള്ളാഹുവിൽ നിന്ന് നമുക്ക് എത്തിച്ചു തന്ന വഹി നമുക്ക് ബോധ്യമായി. എങ്ങനെ ബോധ്യമായി? സനദിലൂടെ നമുക്ക് ബോധ്യം ഇത് റസൂൽ പറഞ്ഞു തന്നെയാണ് എന്നുള്ളത്, റസൂൽ എത്തിച്ചു തന്നെ തന്നെയാണെന്നുള്ളത്. എങ്കിൽ പിന്നെ ഏറ്റവും ബുദ്ധിപരമായ മാർഗ്ഗം എന്താ? അതിന് അന്ധമായി വിശ്വസിക്കലാണ്. ഏറ്റവും യുക്തിപരമായ മാർഗം എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മുടെ ജീവിതത്തിലൂടെ എല്ലാം. ഇപ്പോൾ KSEB പറയുകയാണ് നാളെ കറണ്ട് ഉണ്ടാവില്ല, നമ്മൾ ഇന്ന് ഡ്രസ്സ് തേച്ച് വയ്ക്കും, കമ്പ്യൂട്ടർ ചാർജ് ചെയ്തേക്കും, ഫോൺ ചാർജ് ചെയ്തേക്കും. അത് ബുദ്ധിയുള്ളതുകൊണ്ടാണ്. എന്താ KSEB പറഞ്ഞാലും അങ്ങനെ വരാതിരുന്നൂടെ എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. ഇനി ISRO പറഞ്ഞു നാളെ ഗ്രഹണം ഉണ്ടാകും, ഗ്രഹണം ഉണ്ടാവണില്ല, അടുത്ത കൊല്ലം പറഞ്ഞു, അപ്പോൾ നമ്മൾ വിചാരിക്കും അത് ചിലപ്പോഴുണ്ടാവാൻ സാധ്യതയുള്ളൂ എന്ന് പറയും. ഇതങ്ങനെയാണോ? ഇത് ഉറപ്പല്ല, അള്ളാഹു ആണ് എന്നുള്ളത് നമുക്ക് ഉറച്ചു. അപ്പോൾ ഈ ഉറപ്പ് വന്നാൽ പിന്നെ മറ്റൊരു വിഷയം പ്രശ്നം, ഇസ്ലാമിലെ അടിമ വ്യവസ്ഥ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയാലും ഇല്ലെങ്കിലും അത് ഖാലിഖായും റാസിഖും റബ്ബുമായ അള്ളാഹുവിൻ്റെ ഒരു നിയമമായിരുന്നു. അതിന് അതിൻ്റെതായ യുക്തിയുണ്ട്. നിനക്കത് ബോധ്യമായിട്ടില്ല, നീ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണം, അറിവുള്ളവരത് ചോദിക്കണം. അതാണ് നീ എടുക്കേണ്ട നിലപാട്. ഇനി ഇപ്പോൾ ഇസ്ലാമികമായ വിഷയങ്ങളിൽ പ്രധാന സംശയം വരുന്ന ഏരിയകൾ നമുക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒന്ന് വിധിവിശ്വാസം. അള്ളാഹു എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചു, നമുക്കൊരു സ്വാതന്ത്ര്യമില്ല, അള്ളാഹു പാവ കളിയെപ്പോലെ നീട്ടുകയാണ്. ഇവിടെ വിശദീകരിക്കണില്ല, അതുമായി ബന്ധപ്പെട്ട വീഡിയോൻ്റെ ലിങ്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ കോഴ്സുമായി ബന്ധപ്പെട്ട് അറിയിക്കാം. അടിസ്ഥാനപരമായി 2 വാദങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് മുഅ്തസിലിയാക്കളുടെ വാദമാണ് ഏത്തിസാലത്ത്, ഒന്ന് ജബരിയത്ത്. ജബരിയത്ത് പ്രകാരം ഞാൻ കള്ളുപിടിക്കണത് ഞാൻ കാരണമല്ല, അള്ളയാണ്, അള്ളാഹു ഖലഖക്കും വമാ തഅമലൂൻ, അള്ളയാണ് നിങ്ങളെയും നിങ്ങളുടെ കർമ്മങ്ങളെയും സൃഷ്ടിച്ചത്, അപ്പോൾ അള്ള കാരണം ഞാൻ കള്ളുപിടിക്കണത് എന്ന് ചിന്തിച്ച് ഒരറ്റത്തേക്ക് പോയ ആളുകൾ. മറ്റൊരറ്റത്തുള്ള മുഅ്തസിലിയാക്കൾ പറഞ്ഞതോ, അള്ളാഹുവിന് അങ്ങനെ നമ്മുടെ കാര്യത്തിലൊന്നും അള്ള ഇടപെടുന്നില്ല, നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്, നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന മറ്റൊരർത്ഥത്തിൽ. അപ്പോൾ ഈത്തിസാലത്തിൻ്റെ എക്സ്ട്രീമിലേക്കോ ജബരിയത്തിൻ്റെ എക്സ്ട്രീമിലേക്കോ പോകാതെയുള്ളതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം എന്താ? അള്ളാഹുവാണ് എല്ലാ കർമ്മങ്ങളെയും സൃഷ്ടിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് മനസ്സിൽ കള്ള് കുടിക്കണമെന്നൊരാഗ്രഹം വന്നു. കള്ള് കുടിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കൈ പൊങ്ങണം. ഈ കഴിവ് ആരാ എന്ന്? പക്ഷെ അള്ളാഹു അല്ല നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ച തീരുമാനം എടുപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ മറ്റൊരായത്ത് വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ കഴിയില്ല. എന്താ പ്രശ്നം? അള്ളാഹു ഉദ്ദേശിക്കാതെ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ പറ്റില്ല എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അള്ളാഹ് ഒരു കാര്യം ഉദ്ദേശിച്ചു, ഇവൻ കള്ളു കുടിക്കട്ടെ, അപ്പോൾ നമുക്ക് കള്ളു കുടിക്കണമെന്ന് മാത്രം ഉദ്ദേശിക്കാൻ തോന്നില്ല. അങ്ങനെയല്ല, അള്ളാഹു ഉദ്ദേശിക്കണു എന്ത്? ഇവൻ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കട്ടെ. അങ്ങനെ ഒരു ഉദ്ദേശം അള്ളാഹു നൽകിയാൽ മാത്രമേ മുമ്പിലുള്ള കള്ളോ അല്ലെങ്കിൽ പാലോ ഏത് കുടിക്കണം എന്ന കാര്യത്തിൽ ഇവൻ്റെ സ്വാതന്ത്ര്യം പ്രയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം മനുഷ്യന് ഇഖ്തിയാറുണ്ട്. ആ ഇഖ്തിയാർ നൽകിയതാരാണ്? അള്ളാഹു ആണ്. അല്ലെങ്കിൽ പ്രവാചകരെ അയക്കേണ്ട കാര്യമില്ലല്ലോ. അഷ്റഫുൽ ഖൽഖായ അള്ളാഹുവിൻ്റെ ദൂതരെ ഒരു പരിഹാസപാത്രമായി അള്ളാഹ് അയക്കില്ലല്ലോ. കുറച്ച് ആൾക്കാരൊക്കെ തീരുമാനിച്ചു പാവകളെ പോലെ സ്വർഗത്തേക്ക് നരകത്തേക്ക്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അള്ളാഹു റസൂലിനെ അയക്കേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹു യദഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു സന്മാർഗത്തിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ പറയും ഖുർആനിൽ കുറേ ആൾക്കാരെ വഴികേടിലേക്ക് വിട്ടു, കുറേ ആൾക്കാരെ ഹിദായത്ത് കൊടുക്കുന്നു എന്നുള്ള പറഞ്ഞു. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് സന്മാർഗം കൊടുക്കുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ദുർമാർഗം കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അത് നമ്മളെപ്പോഴും പറയാനുള്ള ഉദാഹരണം, ഒരു അധ്യാപകൻ ക്ലാസ്സിൽ ചെന്നിട്ട് പറയാണ്, ഈ ക്ലാസ് കഴിയുമ്പോൾ എനിക്കിഷ്ടമുള്ള 2 പേർക്ക് ഞാൻ 2 മിഠായി തരുന്നു പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? അണ്ടർസ്റ്റുഡ് ആണ്. അധ്യാപകൻ നീതിമാനാണോ? ആണെങ്കിൽ ആ ക്ലാസ്സിൽ ഏറ്റവും ശ്രദ്ധിച്ച് 2 കുട്ടികൾക്കായിരിക്കാം മിഠായി കിട്ടുക. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും. ഇത് എവിടെ നമുക്ക് മനസ്സിലാവുക? മറ്റായത്ത് നോക്കണം. അള്ളാഹു അവനിലേക്ക് മടങ്ങിയവനെ സൂറത്തുൽ ശുഅറായിൽ പറയുന്നത് യഹ്ദി
ഇലൈഹി മൻ യുനീബ്, അവനിലേക്ക് മടങ്ങിയവൻ അവൻ സന്മാർഗം കൊടുക്കും. അല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഒരാൾ കഠിനമായി പ്രയത്നിച്ചാൽ അള്ളാഹു അവന് ഹിദായത്ത് തെളിച്ചു കൊടുക്കും. അപ്പോൾ ഹിദായത്ത് കൊടുക്കുന്ന ആർക്കൊക്കെയാണ്? അള്ളാഹുലേക്ക് മടങ്ങുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്കാണ്. ആർക്കാണ് അള്ളാഹു വഴികേടിലാക്കുന്നത്? ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അള്ളാഹു അക്രമികൾക്കാണ് വഴികേടിലാക്കുന്നത്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അള്ളാഹു ഫിസ്ഖ് ചെയ്യുന്ന, തെമ്മാട് നിരന്തര തിന്മ ചെയ്യുന്നവർക്കാണ്. അപ്പോൾ അവരുടെ ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, സത്യനിഷേധികൾക്കാണ്. അപ്പോൾ അവർ ചെയ്ത ഫിസ്ഖ്, അവർ ചെയ്ത സത്യനിഷേധം, അവർ ചെയ്ത കുഫർ, ഇതാണ് അവരെ വഴികേടിലാവും. അപ്പോൾ അവർ ചെയ്ത കർമ്മങ്ങൾ കൊണ്ടാണ് അള്ളാഹു അവരിലേക്കത് ആ സന്മാർഗത്തിൻ്റെ ഇത് അടച്ചു വയ്ക്കുന്നത്. കാരണം അവരുടെ കർമ്മങ്ങളാണ്. അവർക്ക് അതിനു മുമ്പേ ബോധ്യപ്പെടുത്തി തെറ്റിലേക്ക് നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ ലളിതമായി, ഇനി പലരും പറയും അള്ളാഹുവിനെല്ലാം മുൻകൂട്ടി അറിയില്ല. അറിഞ്ഞില്ലെങ്കിൽ അള്ളാഹു ആകുമോ? അള്ളാഹു കാലങ്ങൾക്ക് അതീതമല്ലേ, അള്ളാഹുവിന് കാലമില്ലല്ലോ. ഇന്ന് നാളെ ഇന്നലെ എന്ന് പറയുന്ന കാലമാപിനികൾ അള്ളാഹുവിനില്ല. അപ്പോൾ അള്ളാഹുവിനെല്ലാം അറിഞ്ഞിരിക്കണം. അധ്യാപകൻ അറിഞ്ഞത് കൊണ്ടല്ല വിദ്യാർത്ഥി തോക്കുകയോ ജയിക്കുകയോ ചെയ്യുന്നത്. അധ്യാപകൻ്റെ ആഗ്രഹം എന്താ? കുട്ടികളൊക്കെ പഠിക്കണം, കുട്ടികളൊക്കെ പരീക്ഷയിൽ ജയിക്കണം. അതിനുവേണ്ടിയാണ് അധ്യാപകൻ പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്? പ്രവാചകന്മാരെ അയക്കുന്നത്. അതിനുവേണ്ടിയാണ് അവർക്ക് ഫിത്ര കൊടുക്കുന്നത്, അവർക്ക് ബുദ്ധി കൊടുക്കുന്നത്. ബുദ്ധി ഇല്ലാത്തവൻ എന്തില്ല? പിന്നെ പരീക്ഷ എഴുതണ്ട, അള്ളാഹിൻ്റെ പരീക്ഷ എഴുതണ്ട. രോഗിക്ക് രോഗിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ, ധനികനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ. അല്ലാതെ സ്കൂളിലെ പരീക്ഷ പോലെ എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. അത് ബുദ്ധിയുള്ള കുട്ടിക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും. ഇതങ്ങനെയല്ല. രോഗിയാണെങ്കിൽ അവനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവനോടുള്ളത്. അവൻ്റെ അടുത്ത് ചോദിക്കില്ല ഇനി എന്തിന് പാവപ്പെട്ടവനെ സഹായിച്ചില്ല എന്നുള്ള ചോദ്യം അവനോടില്ല. അത് സമ്പന്നനോടാണ് ചോദ്യം. അപ്പോൾ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു ഈ ഒരു മുൻകൂട്ടി അറിഞ്ഞു എന്നത് കൊണ്ടല്ല നമ്മളങ്ങനെ ആകുന്നത്, മറിച്ച് നമ്മളങ്ങനെ ആകുന്നു എന്നതുകൊണ്ടാണ് അള്ളാഹു മുൻകൂട്ടി അറിയുന്നത്. വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ കുട്ടികളെയൊക്കെ അധ്യാപകൻ കുറേ വർഷം പഠിപ്പിച്ചു, എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടു. അധ്യാപകന് പറയാൻ പറ്റും ഈ കുട്ടി ജയിക്കും, ഈ കുട്ടി തോക്കുമെന്ന്. അധ്യാപകൻ പറഞ്ഞുകൊണ്ടാണ് കുട്ടി ജയിക്കുകയോ തോക്കുകയോ ചെയ്യുന്നത്? അധ്യാപകൻ എല്ലാവരും നേരെ പഠിപ്പിച്ചു, പക്ഷേ ഈ കുട്ടി പഠിച്ചില്ല. അതുകൊണ്ട് ഇതറിയണമല്ലോ അധ്യാപകന്. ഓക്കെ, എന്നിട്ടും അധ്യാപകൻ എന്താ ചെയ്യുക? നിങ്ങൾ പഠിക്കണം എന്ന് പറയും. അവസാന ആഗ്രഹം വരെ, മരണത്തിൻ്റെ അവസാന നേരത്ത് വരെ അള്ളാഹു അവസരം നൽകുകയാണ്. അപ്പോൾ അതിലൊന്നും സംശയിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ വിശ്വാസം വളരെ പെർഫെക്റ്റാണ്. അള്ളാഹു നമ്മളെ പാവ കളിക്കുകയല്ല. എന്നാൽ അള്ളാഹു വിചാരിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അള്ളാഹു വിചാരിക്കുന്നുണ്ട് എനിക്കിത് തിരഞ്ഞെടുക്കാൻ പറ്റുമെന്നൊക്കെ പറയാൻ പറ്റും? അല്ല, അള്ളാഹു ആണ് നിനക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്ന് വിചാരിക്കുന്നത്. കാരണം ഇത് പരീക്ഷണ ലോകമാണ്. ഇത് പരീക്ഷണ ലോകമാണ്. ഇവിടെ നിന്നെ അഹ്സനു അമലൻ, ആരാണ് ലിയബ്ലുവക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് നല്ല കർമ്മം ചെയ്യുന്നത് എന്നറിയാൻ അള്ളാഹു ആണ് ഈ രീതി സംവിധാനിച്ചത്. അങ്ങനെ ഒരു രീതി സംവിധാനിച്ചത് കൊണ്ടാണ് നമുക്ക് അള്ളാഹു എന്ത് തന്നത്? ഇഖ്തിയാർ തന്നത്. മലക്കൾക്ക് ഇഖ്തിയാർ ഉണ്ടോ? ലാ യഅ്സൂന അല്ലാഹ, അള്ളാഹുവിനെ ധിക്കരിക്കാൻ ആർക്ക് കഴിയില്ല? അനുസരണക്കേട് കാണിക്കാൻ മലക്കൾക്ക് കഴിയില്ല. അവർക്ക് ഇഖ്തിയാറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അള്ളാഹുവിനെ അങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും. അള്ളാഹുവിന് തോന്നി ഒരു ജീവിയെ ഞാൻ സൃഷ്ടിക്കട്ടെ, അവന് ഇഖ്തിയാർ കൊടുക്കട്ടെ, അവൻ അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവനനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകാം. ഇപ്പോൾ പറയും ഖൈറും ഷെറുമായ എല്ലാ കലാഹും ആരിൽ നിന്നാണ്? അതെ, ഖൈറും ഷെറുമായ കലാഹ് നമ്മുടെ പരലോകത്തെ ബാധിക്കുന്നില്ലല്ലോ. ഖൈറായ കലാഹിന് എപ്പോഴും പറയുന്ന ഉദാഹരണം, ഒരു നല്ല കുട്ടി ജനിക്കുന്നു, നല്ലൊരു സന്താനം നമുക്കുണ്ടാകുന്നു, നല്ലൊരു വീട് വെക്കാൻ കഴിയുന്നു, ഒരു ഖൈറായ കലാഹ് ആണ്. ഇത് അള്ളാഹു തീരുമാനിച്ച പോലെയേ നടക്കൂ. ഷെറായ കലാഹ് എന്താ? നമുക്കൊരു രോഗം വരുന്നു, ഷെറായ ഒരു കലാഹ് ആണ്. രോഗം വന്നതുകൊണ്ട് ഒരാൾ നരകത്ത് പോവോ? വീട് വെച്ചുകൊണ്ട് സ്വർഗത്ത് പോവോ? അവിടെ എന്താണ് നോക്കുന്നത്? രോഗം വന്നപ്പോൾ അവന് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ, അതോ അള്ളാഹുവിനെ കുറ്റം പറയുന്നുണ്ടോ? ഇത് അവന് സ്വാതന്ത്ര്യമുണ്ട്, എന്തും അവന് തിരഞ്ഞെടുക്കാം. ഈ സ്വാതന്ത്ര്യം അള്ളാഹുവിന് നൽകി. അവൻ എന്ത് ചെയ്യുന്നു എന്നറിയാൻ. അവൻ ക്ഷമിച്ചതിന് അവന് പ്രതിഫലമായി സ്വർഗം നൽകുന്നു. അപ്പോൾ ഈ ക്ഷമിക്കുക എന്നതാണ് അവൻ്റെ പരലോകത്തെ ബാധിക്കുന്നത്. അവന് ഫ്രീഡം ഉണ്ട്. ക്ഷമിക്കണോ, അള്ളാഹുവിന് കുറ്റം പറയണോ? ആ വലിയ അനുഗ്രഹം എന്ന വീട് വെക്കാൻ കഴിഞ്ഞപ്പോൾ, ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുന്ന, അൽഹംദുലില്ലാ പറയുന്നോ, അഹങ്കരിക്കുന്നോ? ഇതിൽ അവന് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. കുഞ്ഞ് ജനിച്ചു എന്നതിലല്ല. അഹങ്കാരമാണോ അതോ നന്ദി ചെയ്യലാണോ, കൃതജ്ഞതയാണോ അവൻ തിരഞ്ഞെടുത്ത്? ആ തിരഞ്ഞെടുപ്പിനാണ് അള്ളാഹു പ്രതിഫലം നൽകുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഖൈറും ഷെറുമായ കലാ അല്ല, ഹസനത്തും സയ്യത്തുമാണ് നമ്മുടെ പരലോകത്തെ ബാധിക്കുന്നത്. അത് നമുക്കാണ് അള്ളാഹു തിരഞ്ഞെടുക്കാൻ സൗഭാഗ്യം തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനുള്ള അവസരം തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഇഖ്തിയാർ തന്നതാരാ? അള്ളാഹു നമുക്ക് ഇഖ്തിയാർ തന്നില്ലെങ്കിൽ നമുക്ക് ഇഖ്തിയാറില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ പൂർണ്ണതയാണ്. കാരണം ഇങ്ങനെ പരീക്ഷണത്തിന് ഒരു ജീവിയെ സൃഷ്ടിക്കുമ്പോൾ ഇതാണ് നൽകേണ്ടത് എന്ന് അള്ളാഹുവിന് അറിയാം. ഇവനെ പാവകളിയെ പോലെ ആക്കുകയല്ല വേണ്ടതെന്ന് അള്ളാഹുവിന് അറിയാം. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ഏറ്റവും പെർഫെക്റ്റാണ്. ഈ വിഷയത്തിൽ ഭാഗികമായി സ്പർശിച്ചതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് വിശദമായി സ്പർശിച്ച ഒരു വീഡിയോയുടെ ലിങ്ക് കൂടി ചേർക്കാം ഇൻഷാ അല്ലാഹ്. ഖുർആൻ്റെ ദൈവികത നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് ആൾക്കുള്ളത്. ലളിതമായിട്ട് ഒറ്റ ഉത്തരം. കല്യാണം തന്നെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചത്? വിവാഹം തന്നെയല്ലേ കഴിച്ചത്?
അതോടെ കഴിഞ്ഞല്ലോ, എല്ലാ ആരോപണങ്ങളും അതോടെ കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് റസൂലുള്ളാഹിനെ ഭ്രാന്തനെന്നും മാരണക്കാരൻ എന്നൊക്കെ വിളിച്ചു. ഒരാൾ പോലും പറഞ്ഞില്ലല്ലോ റസൂലുള്ള പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ടാണ് പ്രവാചകത്വം ബാധിച്ച് 6 വയസ്സ് 9 വയസ്സുള്ള പെൺകുട്ടി വിവാഹം കഴിക്കുന്നത് എന്ന് ആരും പറഞ്ഞില്ലല്ലോ. കാരണം എന്തുകൊണ്ടാണ്? അന്നൊരു പ്രശ്നമല്ല. പിന്നീട് 10 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറമാണത് പ്രശ്നമായി മാറുന്നത്. അപ്പോൾ റസൂലുള്ളാഹിന്റെ കാലത്ത് അത് പ്രശ്നമായിട്ടില്ല, റസൂലുള്ളാഹിന്റെ ശത്രുക്കൾ പോലും അത് പ്രശ്നമാക്കിയിട്ടില്ല എന്ന കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം വളരെ ലളിതമായി മനസ്സിലായി. ഇനി റസൂലുള്ള പിന്നെ എന്തിനാ വ്യഭിചാരത്തെ നിരോധിച്ച്? വ്യഭിചാരം ഒന്ന് വിലക്കപ്പെട്ട കാര്യമായിട്ട് കരുതപ്പെടുന്നില്ലല്ലോ. വ്യഭിചാരത്തെ അങ്ങനെ മോശമായി കാണുന്നില്ല. അപ്പം റസൂലുള്ളാഹിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ വ്യഭിചാരത്തെ ഹറാമാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊന്നും നിലനിൽക്കാത്ത വാദമാണ്. അതിൽ നമ്മൾ വീണ് പോകേണ്ട യാതൊരു ആവശ്യമില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ യുദ്ധങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് യുദ്ധം നടത്തിയിട്ടുള്ളത്. യുദ്ധങ്ങളില്ലാതെ രാജ്യങ്ങൾക്ക് നിലനിൽപ്പുണ്ടോ? മദീന രാഷ്ട്രമായത് മാറിയതിന് ശേഷം രാജ്യസുരക്ഷയുടെ ഭാഗമായിട്ടാണ് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധങ്ങളുണ്ടാവും, ലോക ചരിത്രത്തിൽ എമ്പാടുണ്ടാവും. യുദ്ധം അനിവാര്യമായി വരുമ്പോൾ പോലും അവിടെ സ്വീകരിക്കേണ്ട ധാർമ്മിക പാഠവും ഇനി ഒരിക്കലും യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ട സമീപനങ്ങളും സ്വീകരിക്കുന്നിടത്താണ് പ്രവാചകൻ മാതൃകയാകുന്നത്. അപ്പോൾ അവസാനിപ്പിക്കുന്നതിൻ്റെ മുൻപ് ഇസ്ലാമിൻ്റെ പ്രസക്തി എന്താ? നമ്മൾ ആദ്യം എന്താ ചർച്ച ചെയ്ത്? നാസ്തികത കൊണ്ടുള്ള അപകടം ലോകത്ത് ഉള്ളത് പറഞ്ഞു. ഇസ്ലാമിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട തെളിവുകൾ നമ്മൾ പറഞ്ഞു. ഇസ്ലാമിൻ്റെ പ്രസക്തി എന്താ? ഈ ലോകത്ത് ഇസ്ലാം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടാകുമോ? ഇസ്ലാമില്ലെങ്കിൽ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടാകുമോ? ഇപ്പോൾ നമ്മൾ ലിയനാർഡോ ഡാവിഞ്ചി, അദ്ദേഹം ഒറ്റ ചിത്രത്തിൽ, മൊണാലിസ എന്ന ഒറ്റ ചിത്രത്തിലൂടെ 500 വർഷങ്ങൾക്കിപ്പുറം അനശ്വരമായ ചിത്രം നിലനിൽക്കുകയാണ്. പുഞ്ചിരിയാണോ കരച്ചിലാണോ ആ പെൺകുട്ടിയുടെ മുഖത്ത് വിടരുന്നത് എന്നറിയാൻ ഇന്നും ആളുകൾ കൗതുകത്തോടെ ആ ചിത്രത്തിലേക്ക് നോക്കുകയാണ്. ഡാവിഞ്ചിയുടെ ജീവിതത്തിന് ചിലപ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടാവും, എനിക്കിങ്ങനെ ഒരു ചിത്രം വരയ്ക്കണം എന്നുള്ളത്. ഇങ്ങനെ എല്ലാവർക്കും ഡാവിഞ്ചിമാരാകാൻ പറ്റുമോ? പറ്റില്ല, ഉറപ്പല്ലേ? ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വപ്നം എന്നൊരു സംഭവം കാണാൻ എനിക്ക് അർഹതയുണ്ട് എന്ന് പോലും ബോധ്യമാകാത്ത ഒരുപാട് ദുരിത ജീവിതങ്ങളുണ്ട്. അവർക്ക് പ്രതീക്ഷയില്ലേ? അവരെപ്പോലും അവർക്കൊരു പ്രതീക്ഷ നൽകാൻ വേറെ ആർക്കും കഴിയില്ലല്ലോ. ഇസ്ലാം തെറ്റാണെങ്കിൽ തന്നെ അങ്ങനെ സങ്കല്പിക്കും ഇവരുടെ ഭാഷയിൽ. പക്ഷേ ഈ ഒരു പ്രതീക്ഷ നൽകുന്ന മറ്റു പ്രത്യയശാസ്ത്രം ഇല്ലല്ലോ. ഏതൊരാൾക്കും പ്രതീക്ഷ. പീഡിപ്പിക്കപ്പെട്ടവന് മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ പീഡിപ്പിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയെ നിങ്ങൾ ഭയക്കണം, അവനും അള്ളാഹുവിനും ഇടയ്ക്ക് മറകളില്ല കേട്ടോ. അത്രയേറെ പ്രാധാന്യം. നിങ്ങൾ ഇവിടെ സഹിക്കുന്ന ഓരോ പ്രയാസങ്ങൾക്കും പ്രതിഫലമായി സ്വർഗത്ത് വലിയ അനുഗ്രഹങ്ങൾ ലഭ്യമാകും എന്ന വലിയൊരു പ്രതീക്ഷ ഇസ്ലാം നൽകുന്നു. ഇസ്ലാമിൻ്റെ നൽകുന്ന ഒരു ജീവിത ലക്ഷ്യവും മനുഷ്യന്മാർക്ക് നൽകുന്ന ഒരു പ്രതീക്ഷയും അതിനെ ഉൾക്കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന മനസ്സമാധാനവും. അതുകൊണ്ടാണ് സിറിയയിലും പാലസ്തീനിലും ഇത്രയേറെ പീഡനങ്ങൾ വരുമ്പോഴും ആത്മഹത്യ റേറ്റ് വളരെ കുറവാണ്. ഓടുകയാണ് കുട്ടികളെയും കൈക്കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയായ പെണ്ണുങ്ങളെയൊക്കെ കൂട്ടി ചങ്ങാടത്തിൽ കയറി മറ്റൊരു നാട്ടിലേക്ക് ക്രൂരപീഡനം സഹിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്നില്ല. നേരെ മറിച്ച് സർവ്വ സൗകര്യങ്ങളും ഉണ്ടെന്ന് പറയുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ആത്മഹത്യ നിരക്ക് കൂടുകയാണ്. കാരണം മനസ്സമാധാനം എവിടെ നിന്ന് കിട്ടുള്ളൂ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വേറെ എവിടെ നിന്നും കിട്ടില്ല. കൽബിനെ സൃഷ്ടിച്ച, സമാധാനം എന്ന വികാരത്തെ സൃഷ്ടിച്ച അള്ളാഹു പറയാണ്, ഞാനിത് ഇന്ന പണിക്ക് തരുള്ളൂ. പിന്നെ നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ലല്ലോ, ഉറപ്പല്ല കാര്യം. ഈ ധാർമ്മിക അധ്യാപനം, ലോകത്ത് ധാർമ്മികത നിലനിർത്താൻ ആർക്ക് കഴിയും? അപ്പോൾ ട്രാൻസ് ഹ്യൂമനിസം വരികയാണ്. മനുഷ്യൻ്റെ അവൻ്റെ മരണത്തെ ഇല്ലാതാക്കുന്ന, അവൻ്റെ മുഴുവൻ പോരായ്മകളെയും പരിഹരിക്കുന്ന രീതിയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായം തേടുന്ന ട്രാൻസ് ഹ്യൂമനിസം വരികയാണ്. ക്ലോണിങ് ലോകത്ത്, ബയോവാറുകളുടെ കാലത്ത് നാം ജീവിക്കുകയാണ്. വൈറസുകളെ അയച്ച് ശത്രുരാജ്യത്തെ നശിപ്പിക്കുന്ന കാലത്ത് നാം ജീവിക്കുകയാണ്. ഇങ്ങനെ അധാർമികതയിലേക്ക് പതിച്ചു പോകുമ്പോൾ അവിടെ ഒരു കടിഞ്ഞാനിടാൻ ആർക്ക് മാത്രമേ കഴിയൂ? ഇസ്ലാമിന് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ഈ അധാർമികത വാഴുന്ന ലോകത്തും ഇസ്ലാമിൻ്റെ പ്രസക്തി ഏറുകയാണ്. പലിശയെ നിരോധിക്കാൻ മറ്റാർക്കെങ്കിലും കഴിയുമോ? മോഡസ്റ്റ് നിലനിർത്താൻ ആവശ്യമായ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, കുടുംബ ബന്ധം നിലനിർത്താൻ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്കല്ലാതെ ലോകത്ത് കഴിയില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യൂറോപ്പിൽ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നശിച്ചു പോയാലുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ ഒരു 200 വർഷങ്ങൾക്ക് അപ്പുറമായിരിക്കും നമ്മൾ അനുഭവിക്കുക. പിന്നെ തിരിച്ചു വരാൻ വിചാരിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. പക്ഷെ ആധുനിക ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങൾ പ്രതിസന്ധി ഇല്ലേ? പ്രതിസന്ധി ഉണ്ട്. നമ്മൾ എപ്പോഴും പറയാറുള്ളത് സിറിയയും ഫലസ്തീനും അതുപോലെ തന്നെ അങ്ങനെ ഉള്ള രാഷ്ട്രങ്ങൾ, യമൻ, ഇറാഖ്, അഫ്ഗാൻ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇസ്ലാമിന് ഏറ്റവും പ്രതിസന്ധിയുള്ളത്. കാരണം അവിടെ എപ്പോഴും കലാപങ്ങൾ, ആഭ്യന്തര കലാപവും തീവ്രവാദമൊക്കെയാണ്. ഇസ്ലാമിന് അതിനേക്കാൾ പ്രതിസന്ധികൾ എവിടെയാണ്? സൗദിയിലും ഖത്തറിലും UAE-യിലുമാണ്. അവിടെയാണ് ശരീരത്തിന് അല്പം പോലും വില കൽപ്പിക്കാതെ ഇസ്ലാമിക മൂല്യങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആളുകൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി അവിടെയാണുള്ളത്. ഈ ഫലസ്തീനിലും സിറിയയിലും, ലോകത്തെല്ലായിടത്തും ഇങ്ങനെ കലാപങ്ങൾ ഉണ്ടാകും. ലോകത്ത് എക്കാലവും ഏകാധിപതികൾ ഭരിക്കുന്ന സമയത്ത് കലാപങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. അത് ലോകത്തൊരു നിത്യസംഭവമാണ്. ചരിത്രത്തിൻ്റെ എല്ലാ ഘട്ടത്തിലുണ്ടായ ആവർത്തനങ്ങളാണ്. അങ്ങനെ ഒരു കലാപാന്തരീക്ഷത്തിലും ജീവിക്കുമ്പോൾ പോലും ഞങ്ങൾക്ക് അള്ളാഹു ഉണ്ട് എല്ലാത്തിനും എന്ന് മാധ്യമപ്രവർത്തകൻ്റെ മുമ്പിൽ മറുപടി പറയാൻ കഴിയുന്ന മനസ്സുകളെ സൃഷ്ടിക്കാൻ മതത്തിന് മാത്രമേ കഴിയുള്ളൂ. ആ കുട്ടി എന്ത് അഭിമാനബോധത്തോടു കൂടിയാണ് പറയുന്നത്, ഈ അവസ്ഥയിലും ഞങ്ങൾക്ക് അള്ളാഹു ഉണ്ടല്ലോ
എന്ന് പറയുന്ന വലിയൊരു അഭിമാനബോധം, വലിയൊരു ആത്മവിശ്വാസം, അത് ആരാണ് അല്ലാഹു? ഇപ്പോൾ നമുക്ക് തന്നെ ചെറിയ ഒരു സപ്പോർട്ടായിട്ട് ഇപ്പോൾ ഇസ്ലാമിനെയൊക്കെ വല്ലാതെ വിമർശിക്കുന്നിടത്ത് ഒരു പൊതുസമൂഹത്തിൽ നിന്നുള്ള ഒരാൾ ആ തീവ്രവാദ ആരോപണങ്ങളെയൊക്കെ പ്രതിരോധിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നൊരു പ്രതീക്ഷയുണ്ട്, ഒരു എന്താ സംതൃപ്തിയുണ്ട്. കേവലം ഒരു മനുഷ്യൻ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്ര പ്രതീക്ഷ ഉണ്ടാകുന്നുവെങ്കിൽ അള്ളാഹു എന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഭൂമിയെ മാത്രമല്ല, ശത്രുവിനെ സൃഷ്ടിച്ച, തോക്കിനെ സൃഷ്ടിച്ച, ബോംബിനെ സൃഷ്ടിച്ച, ഇതിനൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഇതൊക്കെ അള്ളാൻ്റെ സൃഷ്ടികളാണ്. ഈ സൃഷ്ടികൾക്ക് മുമ്പിൽ ഞാൻ എന്തിനു ഭയപ്പെടണം, എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവുണ്ടല്ലോ എന്നൊരു പ്രതീക്ഷ നൽകുന്ന ആ വിശ്വാസത്തിനൊന്നും പകരം നൽകാൻ ലോകത്തിനൊന്നും സംഭവിക്കില്ല. ലോകത്തെ 80% ആളുകളും ദുരിത ജീവിതം നയിക്കുന്നവരാണ്. ഇത്തരം ആളുകൾക്കൊന്നും ഈ സാമ്പത്തികമായി ഉന്നതി പ്രാപിച്ച് ഇനി ഞങ്ങൾക്ക് ദൈവം വേണ്ട എന്ന് കരുതുന്നവരും അവസാനത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. അവർക്ക് മനസ്സിന് സമാധാനമില്ലാതെ ജീവിതം നയിക്കേണ്ടി വരുന്നു. വിഷാദ രോഗത്തിനെ മാറ്റാൻ മരുന്നുകൾ വിൽക്കപ്പെടുന്നു ഇത്തരം രാജ്യങ്ങളിലേറെ. ആൻറ്റി ഡിപ്രസൻറ്റ് ഡ്രഗ്സ് ഉപയോഗിക്കപ്പെടുന്നു. അപ്പോൾ അവർക്ക് എന്തായാലും ഈ സാധനം കിട്ടുന്നില്ലെന്ന കാര്യം ഉറപ്പ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇസ്ലാം സമാധാനമാണെന്ന് പറയുന്നത് കലാപമുണ്ടാകുമ്പോൾ പോലും മനസ്സിന് സമാധാനമായി നിൽക്കാൻ കഴിയുന്നു. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ, ഇനി കലാപങ്ങളില്ലാത്ത മുസ്ലിം രാജ്യം മലേഷ്യ, അതൊന്നും ചർച്ചയിൽ വരില്ല. അവിടെയൊക്കെ വൈജ്ഞാനികമായും ആളുകൾ തമ്മിൽ ഇടപഴക്കവും മുസ്ലിം രാജ്യങ്ങളിലെ, മുസ്ലിം പ്രദേശങ്ങളിലെ കൂട്ടുകുടുംബ വ്യവസ്ഥയും അത് പരസ്പരം അവർക്കുണ്ടാകുന്ന ബന്ധങ്ങളും കുടുംബ ബന്ധം പുലർത്തലുകളും അവിടെ ഉണ്ടാകുന്ന ഇണക്കങ്ങളും പിണക്കങ്ങളും അതിലൂടെ ഉണ്ടാകുന്ന സമാധാനങ്ങളും ഇതൊന്നും ആർക്കും പകരം നൽകാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഇസ്ലാമിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ തീവ്രവാദമുള്ള രാഷ്ട്രീയം, തീവ്രവാദത്തിൻ്റെ കാരണങ്ങൾ, അതൊക്കെ നമ്മൾ വിശാലമായിട്ട് ചർച്ച ചെയ്തതുമാണ്. തീവ്രവാദത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ ആ രാജ്യങ്ങളെ മാത്രം എടുത്തിടുകയും അതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഇതൊന്നും ഇല്ലാത്ത മറ്റു രാജ്യങ്ങൾ, അപ്പോൾ സ്കാൻഡിനേവിയയിലെ സ്വീഡൻ പോലുള്ള രാജ്യങ്ങൾ എടുത്തിടുകയും ചെയ്തിട്ട് ഈ ഒരു കലാപത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കമ്പാരിസനാണ് നടത്തുന്നത്. കമ്പാരിസൺ പൂർണ്ണാർത്ഥത്തിലാകട്ടെ. സമാധാനമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമാധാനം നിങ്ങൾ ടെസ്റ്റ് ചെയ്യൂ. ഏറ്റവും കൂടുതൽ ആത്മഹത്യയുള്ള രാജ്യത്തും ഏറ്റവും കൂടുതൽ വിഷാദ രോഗത്തിനുള്ള മരുന്നുകൾ വിൽക്കപ്പെടുന്ന ഒരു രാജ്യത്തുമാണ് സമാധാനമുള്ളത് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് പരിപാടി പിടിച്ചുതരാനേ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി നമുക്ക് 2 ക്ലാസ് പൂർത്തിയാക്കാൻ പറ്റി. ഇനി മൂന്നാമതുള്ളത്, ഇത്തരം പ്രശ്നങ്ങളുമായി നമ്മെ സമീപിക്കുന്ന ധാരാളം മക്കളുണ്ട്. മഹലിലെ ആളുകൾ, മകൻ പുറത്തുപോയി പഠിക്കാൻ പോയി, ഇത്തരം ചിന്തയുമായിട്ടാണ് വന്നത്, എന്താണ് ഞാൻ അവരോട് പറയേണ്ടത്? ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ വരുമ്പോൾ ഏത് രീതിയിലാണ് അവരെ സമീപിക്കേണ്ടത്? അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുകയാണോ? അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടോ? ഏറ്റവും ഫലപ്രദമായ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു വിഷയമായിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ 3ാമത്തെ മൊഡ്യൂൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് കൂടി നമ്മുടെ ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്ക് നൽകപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് ഇതുവരെ ശ്രദ്ധയോടെ താല്പര്യത്തോടെ വീക്ഷിച്ച എല്ലാവരും പിഴവുകളും നിർദ്ദേശങ്ങളും മെച്ചപ്പെട്ട വിശദീകരണങ്ങളും അറിയിക്കാൻ മനസ്സ് കാണിച്ച എല്ലാവരും അത് തുടരണമെന്നും, സംശയങ്ങളും അപൂർണമായ വിശദീകരണങ്ങൾ വന്നതുകൊണ്ട് സ്വാഭാവികമായും ഉണ്ടായേക്കാവുന്ന സംശയങ്ങളൊക്കെ ചോദിക്കാൻ ഗൂഗിൾ ഫോമിൻ്റെ ഈ ലിങ്ക് കൂടി ഉപയോഗപ്പെടുത്തണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.